ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി പ്ലേലിസ്റ്റ് പരിശോധിക്കുക. അവിടെ നിങ്ങൾക്കായി ഒത്തിരി നല്ല നോവലുകൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. കറുത്ത മുത്ത് ഭാഗം 3. സ്റ്റീഫന് നിന്നോടൊരടുപ്പമുണ്ടായാലേ എനിക്ക് ഡെയ്സിയെ തെറ്റിദ്ധരിപ്പിക്കാനാവൂ. ആ തെറ്റിദ്ധാരണയിലൂടെ വേണം ഡെയ്സിയെ എനിക്ക് വശീകരിക്കാൻ. 10 100 ഒന്നുമല്ലടി. ബാങ്ക് ബാലൻസായി അവളുടെ അക്കൗണ്ടിലുള്ളത് ലക്ഷങ്ങൾ. റോബർട്ടുമായുള്ള കരാറനുസരിച്ച് ആ ലക്ഷത്തിന്റെ പകുതി പറന്ന് തന്റെ കൈക്കലെത്തുന്നത് സ്വപ്നത്തിൽ എന്നോണം ഭവാനി കണ്ടു. അപ്പോൾ മേലെടുത്ത ബംഗ്ലാവിന്റെ മനോഹരമായ മുറിക്കുള്ളിൽ കതക് വലിച്ചടച്ച് കട്ടിലിൽ വീണ് കിടന്ന് ഏങ്ങിക്കരയുകയായിരുന്നു ഡെയ്സി. മനഃപൂർവ്വമായി ജീവിതത്തിൽ അവൾ ഒരു പുരുഷനെ സ്നേഹിച്ചിട്ടുള്ളൂ, സ്റ്റീഫനെ മാത്രം. പക്ഷെ ആ സ്റ്റീഫൻ അവളെ വഞ്ചിച്ചിരിക്കുന്നു. ഏതോ ഒരു വേശ്യയോട് കൂറു പുലർത്തി അവളെ പ്രീണിപ്പിക്കാൻ 2000 രൂപയ്ക്ക് വേണ്ടി സ്റ്റീഫൻ മോഷ്ടാവായിരിക്കുന്നു. മോഷ്ടാവ്. വയ്യ, വിശ്വസിക്കാൻ വയ്യ. അത്ര നീചനാണോ സ്റ്റീഫൻ? എല്ലാം റോബർട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. പണ്ട് റോബർട്ട് ഒരു കുടില ബുദ്ധിയാണ്. അയാൾ പറയുന്നതൊക്കെ സത്യത്തെക്കാളേറെ അസത്യങ്ങളാകാനാണ് സാധ്യത. നേരിട്ട് അന്വേഷിച്ചാലോ? ആശുപത്രിയിൽ ചെന്ന് സ്റ്റീഫനോട് നേരിട്ട് ചോദിച്ചാൽ സത്യം പുറത്താകാതിരിക്കില്ല. മറ്റൊരാളുടെ വാക്ക് കേട്ട് യാതൊന്നും വിശ്വസിക്കരുത്. കണ്ടത് മാത്രമേ വിശ്വസിക്കാവൂ. അതേ ഉള്ളൂ സത്യം. അതെ, സത്യം അറിയണം. അന്ന് ഉച്ച തിരിഞ്ഞ നേരം ആശുപത്രിയിൽ ചെന്ന് സ്റ്റീഫനെ നേരിൽ കാണാൻ ഡെയ്സി തീരുമാനിച്ചു. അവൾ ഉടുത്തൊരുങ്ങി എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് കള്ളം പറഞ്ഞ് ബംഗ്ലാവിൽ നിന്നിറങ്ങി. സ്റ്റീഫനെ കാണാൻ ഡെയ്സിയുടെ കണ്ണുകൾ തുടിക്കുന്നുണ്ടായിരുന്നു. റോബർട്ട് പറഞ്ഞതൊന്നും സത്യമാവരുതേ എന്ന് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആശുപത്രിയിലെത്തി. ഏറെ അന്വേഷണങ്ങൾക്ക് ശേഷം സ്റ്റീഫൻ കിടക്കുന്ന കട്ടിൽ കണ്ടെത്തി. ആ കട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന സ്റ്റീഫൻ. അയാൾക്കരികിൽ മൃദുലമായി ഏതോ മരുന്ന് തടവി കൊടുത്തുകൊണ്ട് ഒരു സ്ത്രീ. അത് ഭവാനിയാണോ? ഡെയ്സി സംശയിച്ചു. ഭവാനി എന്ന വേശ്യ ആയിരിക്കാം. അല്ലാതെ സ്റ്റീഫന്റെ ബന്ധുവായി അങ്ങനെ ഒരു സ്ത്രീ ആരാണുള്ളത്? റോബർട്ട് പറഞ്ഞതൊന്നും കള്ളമല്ല. സത്യം, 100% സത്യം. നെഞ്ചി തകരുന്നത് പോലെ തോന്നി ഡെയ്സിക്ക്. സ്റ്റീഫന്റെ നേർക്ക് അവളുടെ പല്ലുകൾ ഞെരിഞ്ഞു. വഞ്ചകൻ, ദ്രോഹി. അവിടെ ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ പെട്ടെന്ന് ഡെയ്സി പിന്തിരിഞ്ഞു. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്നായി അവൾക്ക്. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ ഡെയ്സി ആരും കാണാതെ തുടച്ചു. അപ്പോൾ ഡെയ്സി, ആരോ വിളിക്കുന്നു. ഡെയ്സി മുഖം തിരിച്ചു നോക്കി. അവൾക്ക് മുന്നിൽ റോബർട്ട്. റോബർട്ട് പറഞ്ഞത് എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. ഇപ്പോ നേരിൽ കണ്ടു. എനിക്ക് തൃപ്തിയായി റോബർട്ട്, എനിക്ക് തൃപ്തിയായി. ഡെയ്സിക്ക് സ്വരമിടറി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പെട്ടെന്ന് റോബർട്ട് കൈ ഉയർത്തി അവളുടെ കണ്ണു തുടച്ചു. ഷോ, കരയാതെ ഡെയ്സി. ഇത് ആശുപത്രിയാ. വല്ലവരൊക്കെ കണ്ടാൽ എന്ത് വിചാരിക്കും? വരൂ, നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം. യാന്ത്രികമെന്നോണം റോബർട്ട് അവളുടെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് നടന്നു. ഒരു പാവയെ പോലെ റോബർട്ടിനെ അനുസരിച്ചു പോയി ഡെയ്സി. അയാൾ തന്റെ കണ്ണു തുറച്ചതോ കൈക്ക് പിടിച്ച് നടക്കുന്നതോ എതിർപ്പെടേണ്ട ദുഷ്പ്രവൃത്തികളായി ഡെയ്സിക്കപ്പോ തോന്നിയില്ല. ആ വിധമുള്ള യുക്തി വിചാരങ്ങളെക്കാൾ അവളിൽ നിറഞ്ഞു നിന്നിരുന്നത് സ്റ്റീഫന്റെ വഞ്ചന മൂലമുണ്ടായ ആത്മനിന്ദയായിരുന്നു. നാടും വീടും എതിർക്കുന്ന ഒരു ബന്ധമാണെന്ന് അറിഞ്ഞിട്ടും താൻ ആ മനുഷ്യനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയായിരുന്നു. അന്തസ്സുള്ളൊരു പുരുഷൻ. ആ ഒരൊറ്റ യോഗ്യതയെ സ്റ്റീഫനിൽ കണ്ടുള്ളൂ. ആ യോഗ്യതയുടെ പേരിലാണ് സ്നേഹിച്ചതും. ഒന്ന് വിരൽ ഞൊടിച്ചാൽ ആ മനുഷ്യന്റെ ഒപ്പം ഭൂമിയുടെ ഏത് കോണിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ളത്ര വിശ്വാസവും അയാളോടുണ്ടായിരുന്നു. മണിമാളികയും പട്ടുമെത്തയും വലിച്ചെറിയാൻ മനസ്സൊരുക്കമായിരുന്നു. ആ മനുഷ്യന്റെ വിരിനെഞ്ചിലെ ചൂടറിഞ്ഞുറങ്ങുമ്പോഴുണ്ടാവുന്ന സുഖം ഭൂമിയിലെ മറ്റെല്ലാ സുഖങ്ങളെക്കാളും അധികമാണെന്ന വിശ്വാസമായിരുന്നു. ആ നെഞ്ചിൽ തുടിക്കുന്ന സ്നേഹം ഭൂമിയിലെ മറ്റെല്ലാ സമ്പത്തുക്കളെക്കാൾ വലുതാണെന്ന്. എല്ലാം തെറ്റായിപ്പോയി. അന്തസ് കെട്ട ആ മനുഷ്യൻ ഏതോ വീശിക്ക് വേണ്ടി നീചനായി, മോഷ്ടാവായി. അവൾക്ക് കൊടുക്കാൻ കേവലം 2000 രൂപയ്ക്ക് വേണ്ടി. ഗ്രാമത്തിലുള്ള മനുഷ്യർക്ക് മുഴുവൻ അയാളോട് വെറുപ്പായി കഴിഞ്ഞിരിക്കുന്നു, പുച്ഛമായി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലെന്ത്? ഗ്രാമം മുഴുവൻ വെറുത്താലും ആ ഭൂലോക വേശ്യ അയാളെ വെറുക്കാതെ അടുത്തിരിക്കുന്നുണ്ടല്ലോ. ജാമ്യമെടുക്കാനും കേസ് വാദിക്കാൻ വക്കീലിനെ ഏർപ്പെടുത്താനും അവൾ തയ്യാറായിരിക്കുന്നല്ലോ. ഗ്രാമത്തിലുള്ളവരുടെ മുഴുവൻ വെറുപ്പിനേക്കാൾ അയാൾക്ക് വലുത് ആ വേശ്യയാണ്. ഇത്രകാലം ആ സത്യം മനസ്സിലാക്കാതെ
താനൊരു വിഡ്ഢിയാവുകയായിരുന്നു, പടുവിഡ്ഢി. ആ ഓർമ്മ വീണ്ടും ഹൃദയത്തെ പിളർക്കുന്നത് പോലെ ഡെയ്സിക്ക് തോന്നി. നിയന്ത്രിച്ചിട്ടും അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു. കൈ ഉയർത്തി വീണ്ടും വീണ്ടും അവൾ കണ്ണുകൾ തുടച്ചു. മുമ്പോട്ട് നടക്കുന്നതിനിടയിൽ റോബർട്ട് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹൃദയത്തിൽ വിജയോന്മാദത്തിന്റെ നേർത്ത ചിരിയുറുകയായിരുന്നെങ്കിലും കൃത്രിമമായ വിഷാദ മുഖത്ത് വരുത്തിക്കൂട്ടി. ആർദ്രതയോടെ അയാൾ മന്ത്രിച്ചു. ഡെയ്സിയുടെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇനി വിഷമിച്ചിട്ടെന്താ കാര്യമുള്ളത്? പൊന്നാണെന്ന് കരുതി ഡെയ്സി വിശ്വസിച്ചത് വെറും കാക്കപ്പെണ്ണായിപ്പോയി. ലോകത്തിന്റെ ചതിവും വളവുമൊന്നും ഡെയ്സിക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് നിർമ്മലമായൊരു മനസ്സാ ഡെയ്സിക്കുള്ളത്. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏതായാലും മറ്റുള്ളവരാരും ഒന്നും അറിയണ്ട. ഡെയ്സിക്കുള്ള സൽപ്പേരും യശസ്സും നഷ്ടമാവാതിരിക്കട്ടെ. മുഖം തിരിച്ച് റോബർട്ട് ഡെയ്സിയുടെ നേർക്ക് നോക്കി. കണ്ണു തുടച്ച് ഡെയ്സി മറുപടി പറഞ്ഞു. അയാൾക്കതിന്റെ ശിക്ഷയുണ്ടാവാതിരിക്കില്ല റോബർട്ട്. ഭൂമിയും സ്വർഗവും സാക്ഷി നിർത്തി ഞാൻ പറയുകയാ. അത്ര ആത്മാർത്ഥതയോടെയാ ഞാൻ അയാളെ സ്നേഹിച്ചത്. എനിക്കറിയാം. ഒരു പനിനീർപ്പൂവിന്റെ വിശുദ്ധിയുള്ള മനസ്സാ ഡെയ്സിക്ക്. പിടിച്ചു പറിച്ചും പോക്കറ്റടിച്ച് നടന്ന എന്നോട് പോലും ഡെയ്സി ദയ കാണിച്ചു. ആ ദയയും കാരുണ്യവുമാ എന്റെ മനസ്സ് മാറ്റിയത്. ഭൂമിയിലേക്ക് വന്ന മാലാഖയാണ് ഡെയ്സി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കള്ളൻ സ്റ്റീഫൻ. അന്യന്റേതായ ഒരു ഈർക്കൽ പോലും കൈവശപ്പെടുത്തിയിട്ടില്ലാത്തവനാണ് താൻ. അധ്വാനിച്ച് ജീവിക്കാനാവുന്നില്ലെങ്കിൽ മരിക്കണമെന്ന് ചിന്തിച്ചിട്ടുള്ളൂ. അതല്ലാതെ മോഷ്ടിച്ചും പിടിച്ചു പറിച്ചും ജീവിക്കണമെന്ന് ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ല. എന്നിട്ടും നാട്ടുകാർക്ക് മുമ്പിൽ താൻ കള്ളനാക്കപ്പെട്ടിരിക്കുന്നു. നാട്ടുകാരുടെ വിശ്വാസവും അത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങളായി ആശുപത്രിയിൽ കഴിയുന്ന തന്നെ ഒന്ന് വന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും എത്തുമായിരുന്നില്ലേ? ആരും വന്നില്ലല്ലോ. ജീവന്റെ ജീവനായി സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ ഡെയ്സിക്ക് പോലും തന്നോട് ഇപ്പൊ വെറുപ്പായിരിക്കും. ക്രൂരമായ വഞ്ചനയിലൂടെ അവളുടെ ഡാഡി വരുത്തി വെച്ച വിനയാണ് ഇതൊക്കെയെന്ന് ഡെയ്സി അറിഞ്ഞിരിക്കുമോ? ഇല്ല. അങ്ങനെയായിരുന്നെങ്കിൽ തീർച്ചയായും അവൾ ഇവിടെ വന്നേനെ തന്നെ ആശ്വസിപ്പിക്കാൻ. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഡെയ്സിയോട് വിവരങ്ങളൊക്കെ തുറന്നു പറയാൻ. സത്യം അറിയുമ്പോൾ അവൾക്ക് തന്നോടുള്ള വെറുപ്പ് ഇല്ലാതാകും. ഒരു കാര്യം ചെയ്താലോ? ഭവാനിയോട് പറഞ്ഞ് ഡെയ്സി ഒന്ന് വിളിപ്പിക്കാം. താൻ ആവശ്യപ്പെടുന്നു എന്നറിഞ്ഞ ഡെയ്സി വരാതിരിക്കില്ല, തീർച്ച. അന്ന് ഭവാനി വന്നപ്പോ സ്റ്റീഫൻ പറഞ്ഞു, ഭവാനി എനിക്കൊരു ഉപകാരം ചെയ്യണം. എങ്ങനെയെങ്കിലും മേലടുത്ത് ബംഗ്ലാവിലെ ഡെയ്സിയെ കണ്ട് ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ടു വരണം. കള്ളക്കണ്ണെറിഞ്ഞ് കൊഞ്ചലോടെ ഭവാനി അന്വേഷിച്ചു. ഡെയ്സിയോ? മുതലാളിയുടെ മകളല്ലേ അത്? അതെ, സ്റ്റീഫൻ തുടർന്നു. ഡെയ്സിയോട് എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനാ. എന്തോ ആലോചിക്കും പോലെ ഭവാനി അല്പനേരം മൂകത കൊണ്ടു. പിന്നെ പറഞ്ഞു, മുതലാളിയോട് മാത്രമല്ല, ആ കുടുംബത്തോട് മുഴുവൻ എനിക്ക് പകയാ. എന്നാലും സ്റ്റീഫന്റെ താല്പര്യമായതുകൊണ്ട് ഞാൻ ആ പെണ്ണിനെ ചെന്ന് കാണാം, കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യാം. ഞാൻ പറഞ്ഞിട്ട് വിട്ടതാണെന്ന് അറിയുമ്പോ ഡെയ്സി തീർച്ചയായും വരും. ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. ഒട്ടും വൈകാതെ ഭവാനി ഇറങ്ങി. ഇറങ്ങും മുമ്പേ രഹസ്യമെന്നോണം സ്റ്റീഫൻ ഓർമ്മിപ്പിച്ചു. അവളുടെ വീട്ടിലുള്ളവരാരും അറിയരുത്, രഹസ്യമായി വേണം. അതൊക്കെ ഈ ഭവാനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ട് സ്റ്റീഫൻ. കടക്കണ്ടിൽ കള്ളച്ചിരിയുമായി ഭവാനി നടന്നു. ഡെയ്സിയെ മനസ്സിൽ ധ്യാനിച്ച് ആശുപത്രി കട്ടിലിൽ സ്റ്റീഫൻ നിമിഷങ്ങൾ എണ്ണി. നിമിഷങ്ങൾ മണിക്കൂറുകളായി വളർന്നു. ഡെയ്സിയുടെ സാമീപ്യം കുതിച്ച് സ്റ്റീഫന്റെ മനവും മിഴികളും തുടിച്ചുകൊണ്ടേയിരുന്നു. മറ്റെല്ലാം മറന്നുകഴിഞ്ഞ് സ്റ്റീഫന്റെ മനസ്സിൽ ഡെയ്സിയുടെ രൂപം മാത്രം നിറഞ്ഞു നിന്നു. എത്ര ദിവസങ്ങളായി ആ മുഖമൊന്ന് കണ്ടിട്ട്. ആകാംക്ഷയോടെ സ്റ്റീഫന്റെ കണ്ണുകൾ ആശുപത്രി വാതിൽക്കൽ ചുറ്റിക്കറങ്ങി നിന്നു. ഒടുവിൽ അയാളുടെ സകല പ്രതീക്ഷകൾക്കും വിപരീതമായി ഭവാനി മാത്രം തിരിച്ചെത്തി. അവളുടെ മുഖം തികച്ചും അപ്രസന്നമായിരുന്നു. അവൾ അടുത്തെത്തും മുമ്പേ സ്റ്റീഫൻ അന്വേഷിച്ചു, ഡെയ്സിയെ കണ്ടില്ലേ? അടുത്തു വന്നു കഴിഞ്ഞാണ് ഭവാനി മറുപടി പറഞ്ഞത്. കണ്ടു. എന്നിട്ട്? പോലീസുകാരുടെ ഇടിയും തൊഴിയും കൊണ്ട് ആശുപത്രി കിടക്കുന്ന ഒരു കള്ളനെ കാണാൻ വരേണ്ട കാര്യമൊന്നും ആ പെണ്ണിനില്ലെന്ന്. എന്ത്? ഡെയ്സി അങ്ങനെ പറഞ്ഞു? സ്റ്റീഫൻ നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ മുഖം അടച്ചിട്ടാ അവൾ എനിക്ക് ഒരാട്ടാട്ടിയത്. വെറുതെ ഒരു നേരം പോക്കിന് വല്ലപ്പോഴും നോക്കുകയോ ചിരിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് സ്റ്റീഫൻ വിളിക്കുന്നിടത്തേക്കൊന്നും വരേണ്ട കാര്യം മേലെടുത്ത് ബംഗ്ലാവിലെ ഡെയ്സിക്കില്ലെന്ന്. തളർച്ചയോടെ ഭവാനി സ്റ്റൂളിലേക്ക് ഇരുന്നു. നാവിറങ്ങിപ്പോയതുപോലെ തോന്നി സ്റ്റീഫന്. പടുത്തുയർത്തിയ മണിസൗധങ്ങൾ തകർന്നുടയുന്നത് നോക്കി കാണും പോലെ പകച്ചിരുന്നു പോയി. ഭവാനിയുടെ ശബ്ദം സ്റ്റീഫൻ കേട്ടു. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ സ്റ്റീഫൻ. അവർക്കൊക്കെ നമ്മളോട് തോന്നുന്ന സ്നേഹത്തിനും പ്രേമത്തിനും ഇത്രേ ആയുസുള്ളൂ.
അവർക്കിതൊക്കെ ഒരു വിനോദം. പാവം സ്റ്റീഫൻ ശുദ്ധനും നല്ലവനുമായതുകൊണ്ട് എല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചു. മറുപടി പറയാനില്ലാതെ സ്റ്റീഫൻ മൗനം പൂണ്ടു. അയാൾ ആലോചിക്കുകയായിരുന്നു. ഡെയ്സി ഇത്ര വേഗം തന്നെ വെറുത്തു കളഞ്ഞല്ലോ. സത്യം എന്താണെന്ന് അന്വേഷിക്കാനെങ്കിലും ഇവിടം വരെ വരാമായിരുന്നു. പക്ഷെ അവൾ വന്നില്ല. ഒരു കള്ളനെ കാണാൻ വരേണ്ട കാര്യമൊന്നും അവൾക്കില്ലെന്ന്. ശരിയായിരിക്കാം അത്. പക്ഷെ താൻ കള്ളനല്ലല്ലോ. അവളുടെ ഡാഡി എന്ന് പറയുന്ന ആ ദുഷ്ടൻ തന്നെ കള്ളനാക്കിയതല്ലേ. ഡെയ്സിയെ നേരിട്ട് കണ്ട് എല്ലാം പറയണം. എങ്കിലേ അവളുടെ തെറ്റിദ്ധാരണകൾ മാറൂ. ആശുപത്രിയിൽ നിന്നുള്ള മോചനത്തിന്റെ ദിനത്തിനായി സ്റ്റീഫൻ കാത്തിരുന്നു. അന്ന് ഡിസ്ചാർജ് ചെയ്ത സ്റ്റീഫന്റെ ഒപ്പം ഭവാനിയും വന്നു. ദിവസങ്ങളോളം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. വീട് തുറന്ന് സ്റ്റീഫൻ അകത്തേക്ക് കയറി. പാറമടയിൽ നിന്ന് പണി കഴിഞ്ഞ് മടങ്ങുന്ന പലരും സ്റ്റീഫനെ കണ്ടു. ഒരു കുശല പ്രശ്നത്തിന് പോലും ആരും അയാളുടെ അടുത്തേക്ക് വന്നില്ല. അവരുടെയൊക്കെ മനസ്സിൽ സ്റ്റീഫൻ കള്ളനാണ്, വെറുക്കപ്പെടേണ്ടവനും നിന്ദ്യനുമാണ്. ഉറ്റ സുഹൃത്തുക്കളാണെന്ന് വിശ്വസിച്ചവർ പോലും മുഖം തിരിച്ച് നടന്നകലുന്നത് കണ്ടപ്പോൾ സ്റ്റീഫന് വേദനയുണ്ടായി. രാത്രിയിലെ പതിവ് ഭക്ഷണത്തിന് ചായപ്പീടികയിൽ എത്തിയപ്പോൾ കടയുടമസ്ഥൻ പറഞ്ഞു, 4-5 കുഞ്ഞുങ്ങളുള്ള ഒരുത്തനാ ഞാൻ. തന്നെ പോലെ ഒരുത്തൻ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നത് എനിക്ക് ദോഷമാ. അതുകൊണ്ട് വേറെ ഇടം അന്വേഷിച്ചോ. പച്ച വെള്ളം പോലും കുടിക്കാതെ അവിടെ നിന്നും മടങ്ങേണ്ടി വന്നു സ്റ്റീഫന്. എരിയുന്ന വയറുമായി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്റ്റീഫൻ ശലോമിയെ കുറിച്ച് ഓർത്തു. എന്റെ പൊന്നു പെങ്ങളെ, നീ എവിടെയാണ്? ഏതായാലും നീ ഇപ്പൊ ഇവിടെ ഇല്ലാത്തത് നന്നായി. കള്ളൻ എന്ന് പറഞ്ഞ് നിന്റെ ചാച്ചനെ പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാണുമ്പോ നിനക്ക് എന്തുമാത്രം വേദനയുണ്ടായേനെ. ഈ നാട്ടുകാർ നിന്നെയും ക്രൂശിച്ചേനെ. കള്ളന്റെ പെങ്ങളെന്ന് വിളിച്ച് നിന്നെയും പരിഹസിച്ചേനെ. ആ ദൗർഭാഗ്യങ്ങൾക്കൊന്നും ഇടയാവാതെ നീ രക്ഷപ്പെട്ടു. എങ്കിലും എന്റെ പൊന്നു മോളെ, നീ എവിടെയാണ്? ഈ ചാച്ചന് ഇത്തിരി ആശ്വാസം പകരാൻ നീ എന്റെ അടുത്തില്ലാതായി പോയല്ലോ. ഈ ലോകം മുഴുവൻ ഞാൻ കള്ളനാണെന്ന് വിശ്വസിച്ചാലും എന്റെ പൊന്നുമോൾ അങ്ങനെ വിശ്വസിക്കില്ലെന്ന് ചാച്ചനറിയാം. എന്റെ മോളിപ്പോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചാച്ചനെ കെട്ടിപ്പിടിച്ച് സാന്ത്വനം പറയുമായിരുന്നില്ലേ? എന്റെ മോളെ, ചാച്ചന്റെ പൊന്നു ശലോമി, നീ എവിടെയാണ്? രാത്രി മുഴുവൻ സ്റ്റീഫൻ തേങ്ങി. പുലരി. ഞായറാഴ്ചയായിരുന്നുവെന്ന് സ്റ്റീഫൻ രാവിലെ ഉണർന്ന് കുളിച്ചൊരുങ്ങി. ഡെയ്സി ആരാധനയ്ക്ക് പള്ളിയിലെത്തുമ്പോഴെങ്കിലും അവളെ ഒന്ന് കാണാൻ അയാളുടെ കണ്ണുകൾ കൊതിച്ചു. പള്ളിമുറ്റത്തെത്തുമ്പോ നേരെ മുമ്പിൽ വികാരിയച്ഛൻ. സ്റ്റീഫൻ! വികാരിയച്ഛൻ വിളിച്ചു. സ്റ്റീഫൻ അച്ഛന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. തെല്ല് നേരം സൂക്ഷിച്ചു നോക്കിയിട്ട് അച്ഛൻ ഗൗരവത്തിൽ പറഞ്ഞു, താൻ ഇനി മുതൽ കൊയറിൽ പങ്കെടുക്കേണ്ട, വയലിൻ വായിക്കുകയും വേണ്ട. മിഴിച്ചു നിന്നുപോയി സ്റ്റീഫൻ. അതെന്താണച്ചോ? മനസ്സിൽ വിശുദ്ധിയില്ലാത്തവരുടെ സംഗീതം ദൈവത്തിന് വേണ്ട. അച്ഛന്റെ മറുപടി. മുഖം കുനിച്ച് സ്റ്റീഫൻ തിരിഞ്ഞു നടന്നു. അയാൾക്ക് കാര്യം മനസ്സിലായി. താൻ മോഷ്ടാവാണെന്ന് വികാരി അച്ഛനും വിശ്വസിക്കുന്നു. സ്റ്റീഫൻ കൊയറിൽ പങ്കെടുത്തില്ല. ദേവാലയത്തിന്റെ പിറകിൽ ഒരിടത്തു നിന്ന് ആരാധനയിൽ പങ്കുകൊണ്ടു. ഇടയ്ക്ക് എപ്പോഴോ അയാളുടെ കണ്ണുകൾ ഡെയ്സിയെ കണ്ടുപിടിച്ചു. ആരാധന കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ സ്റ്റീഫൻ വേഗം ഡെയ്സിയുടെ അടുത്തേക്ക് ചെന്നു. ഡെയ്സി! നേരിയ സ്വരത്തിൽ അയാൾ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. സ്റ്റീഫനെ കണ്ടു. അടുത്ത ക്ഷണം അവളുടെ മുഖം കറുത്തു. നിലത്തേക്ക് ആഞ്ഞു തുപ്പി അവൾ മുമ്പോട്ട് നടന്നു. വെള്ളിടിയേറ്റതുപോലെ സ്റ്റീഫൻ ധരിച്ചു നിന്നു. അല്പമകലെ റോബർട്ട് ആ കാഴ്ച ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിജയാഹ്ലാദത്തിന്റെ പൂത്തിരികൾ അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അന്നൊരു ദിവസം റോബർട്ടിന്റെ മോട്ടോർ സൈക്കിൾ വീണ്ടും മേലെടുത്ത് ബംഗ്ലാവിന്റെ ഗേറ്റിന് മുമ്പിൽ വന്നു നിന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ വീട് വീടാന്തരം കയറിയിറങ്ങി സമ്മതിദായർക്ക് നന്ദി രേഖപ്പെടുത്തുക എന്ന ചടങ്ങിന്റെ തിരക്കിലാണ് ക്ലീറ്റസ് മുതലാളി. മുതലാളിയോടൊപ്പം തന്നെയുണ്ട് സിബി. ഗ്രാമത്തിലെ വീടുകൾ മുഴുവൻ കയറി ഇറങ്ങി നടക്കുന്നത് അവനൊരു ഹരമായിരിക്കുന്നു ഇപ്പോൾ. വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പരിശോധനാ വേളയിൽ വളർച്ചയെത്തിയ പെൺകുട്ടികൾ ഏതേത് വീടുകളിലുണ്ടെന്ന വിവരങ്ങൾ അവന് കണ്ടെത്താൻ കഴിഞ്ഞു. നന്ദി പ്രകടനത്തിന്റെ പേര് പറഞ്ഞ് വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ ആ പെൺകുട്ടികളെയൊക്കെ നേരിൽ കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം. എന്തൊരു സുഖകരമായ ഏർപ്പാട്! മുതലാളി സിബിയും ബംഗ്ലാവിൽ ഉണ്ടാവുകയില്ലെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു റോബർട്ടിന്. ഗേറ്റ് കടക്കുമ്പോഴേ അവൻ ഡെയ്സിയെ കണ്ടു. ബംഗ്ലാവിന്റെ മുൻവശത്തെ പൂന്തോട്ടത്തിൽ പനിതൻ പൂക്കളെ താലോലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ. ഡെയ്സി എവിടെ ഉണ്ടാവുമെന്ന് സംശയിച്ചാ ഞാൻ വന്നത്. ഏതായാലും ഡെയ്സിയെ കാണാനെത്തല്ലോ, എന്റെ ഭാഗ്യം. ഏറെ പ്രകാശമാനമായ പുഞ്ചിരിയോടെ റോബർട്ട് തുടക്കം കുറിച്ചു. എന്താ റോബർട്ട്, എന്തിനാ എന്നെ കാണുന്നത്? മെല്ലെ അയാൾക്ക് നേരെ നടന്നുകൊണ്ട് ഡെയ്സി ചോദിച്ചു.
അവളുടെ മുഖത്ത് ഏതോ വിഷാദത്തിന്റെ നനവ് പുരണ്ടിരിക്കുന്നുവെന്ന് റോബർട്ടിന് മനസ്സിലായി. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് അറിയാമോ ഡേസിക്ക്? പറയാതെ ഞാൻ ഇങ്ങനെ അറിയും. നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ഇതുവരെയുള്ള ബർത്ത്ഡേകൾ മദ്യഷാപ്പുകളിലും വേശ്യാലയങ്ങളുമാണ് ഞാൻ ആഘോഷിച്ചിട്ടുള്ളത്. ഇത്തവണ ഏറ്റവും വിശദമായി ബർത്ത്ഡേ ആഘോഷിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡേസിയെയും സിബിയെയും മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ. എന്റെ ജീവിതത്തെ നന്മയുടെ വഴിയിലേക്ക് തിരിച്ചുവിട്ടവരല്ലേ നിങ്ങൾ. അതിന് രണ്ടുപേരെയും ക്ഷണിക്കാൻ വന്നത് ഞാൻ. പക്ഷെ സിബി ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? റോബർട്ടിന്റെ മുഖം മങ്ങി. എങ്കിൽ സിബി വരുന്നവരെ ഞാനിവിടെ കാത്തിരിക്കാം, പെട്ടെന്ന് ഡേസി പറഞ്ഞു. വേണ്ട റോബർട്ട്, ക്ഷണിച്ചാലും സിബിക്ക് വരാനൊക്കുമോ എന്ന് സംശയം. ഡാഡിയോടൊപ്പം നടക്കുകയാണ് ഇഷ്ടൻ. ഞാൻ ക്ഷണിച്ചാൽ സിബി വരാതിരിക്കില്ല. എങ്കിൽ റോബർട്ടിന്റെ ക്ഷണം ഞാൻ സിബിയെ അറിയിക്കാം. രാവിലെ ഞങ്ങൾ രണ്ടുപേരും അങ്ങ് വന്നേക്കാം. ഇവിടെ കാത്തിരുന്ന സിബി എപ്പോഴാ വരികയെന്ന് തീർച്ചയില്ല. ഇന്നലെ രാത്രി ഏറെ ഇരുട്ടിക്കഴിഞ്ഞാ വന്നത്. എന്നാ ഞാൻ കാത്തിരിക്കുന്നില്ല. പക്ഷെ നിർബന്ധമായും സിബിയെയും കൂട്ടി ഡേസി വന്നിരിക്കണം. നിങ്ങളെ രണ്ടുപേരെയും അല്ലാതെ മറ്റാരെയും ഞാൻ ക്ഷണിക്കുന്നില്ലെന്ന് ഓർത്തോണം. തീർച്ചയായും ഞങ്ങൾ വരാം റോബർട്ട്, ഡേസി ഉറപ്പു കൊടുത്തു. ഡാഡി എത്തുന്നതിന് മുമ്പ് റോബർട്ട് അവിടെ നിന്ന് പോയി കിട്ടിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്. എന്നാൽ അടുത്ത ദിവസം റോബർട്ടിന്റെ ക്ഷണം സ്വീകരിച്ച് ബർത്ത്ഡേക്ക് പങ്കുകൊള്ളാൻ സിബി തയ്യാറായില്ല. അവന്റെ ഒരു വിശുദ്ധമായ ബർത്ത്ഡേ, നീ പൊക്കോ, ഞാൻ വരുന്നില്ല. സിബി ഒഴിഞ്ഞു കളഞ്ഞു. വല്ലാത്തൊരു വിഷമവൃത്തത്തിലായി ഡേസി. റോബർട്ട് കാത്തിരിക്കും, എന്തു പറയും അയാളോട്? സമയമായപ്പോ ഡേസി ഒരുങ്ങി. സിബി വരുന്നില്ലെങ്കിൽ വേണ്ട, താനെങ്കിലും ചെല്ലാതിരുന്ന മോശമല്ലേ? ഒരു ഓട്ടോറിക്ഷയിൽ ഡേസി റോബർട്ടിന്റെ വീടിന് മുന്നിലെത്തുമ്പോൾ റോബർട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന റിയൽ ഫ്ലവേഴ്സിന്റെ ബൊക്ക സമ്മാനിച്ചുകൊണ്ട് ഡേസി ആശംസിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു. നന്ദിപൂർവ്വം ബൊക്കെ സ്വീകരിക്കുന്നതിനിടയിലും റോബർട്ട് അന്വേഷിച്ചു, സിബി വന്നില്ലേ? ഇഷ്ടന് തിരക്കാ. എന്നാലും എന്റെ ക്ഷണം അവൻ നിരസിച്ചു കളഞ്ഞല്ലോ. ഈയിടെയായി അവൻ എന്നോട് പഴയ ആത്മാർത്ഥതയില്ല. ഈ ലോകത്തിൽ ഞാൻ ആകെ ഒറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഡേസി. റോബർട്ടിന്റെ വാക്കുകൾക്ക് നനവുണ്ടായി. ഡേസിയെങ്കിലും വന്നല്ലോ, സന്തോഷമുണ്ട് എനിക്ക്. ഈ ഭൂമിയിൽ ഒരാൾക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞുവല്ലോ എന്ന ചാരിതാർത്ഥ്യവും ഉണ്ട് എനിക്ക്. വരൂ ഡേസി, അകത്തേക്ക് വരൂ. ഡേസി മെല്ലെ അകത്തേക്ക് കയറി. റോബർട്ട് മുറിയുടെ വാതിൽ ചേർത്തടച്ചു. പരിഭ്രമോ ഭീതിയോ തെല്ല് പോലും തോന്നിയില്ല ഡേസിക്ക്. എത്ര ദിവസങ്ങളായി റോബർട്ടിനെ അടുത്തറിയുന്നു. അതൃപ്തികരമായ യാതൊരു പെരുമാറ്റവും അയാളിൽ നിന്നുണ്ടായില്ല. ഏറ്റവും മാന്യമായ പെരുമാറ്റം, ഏറ്റവും മാന്യമായ സംസാരം, പിന്നെന്തിന് ഭീതിയും പരിഭ്രമവും? അകത്തേക്ക് കയറി റോബർട്ട് ചൂണ്ടിക്കാട്ടിയ കസേരയിൽ ഇരിക്കുമ്പോഴാണ് ഒരു അത്ഭുതം എന്നോണം ഡേസി ആ കാഴ്ച കണ്ടത്. ഭിത്തിയിൽ ക്രിസ്തുവിന്റെ ഫോട്ടോയ്ക്കൊപ്പം അവളുടെ ഫോട്ടോയും. ആശ്ചര്യത്തോടെ ഡേസി ചാടി എണീറ്റു. ഇതെന്താ റോബർട്ട്, ഇതെന്റെ ഫോട്ടോ അല്ലേ? ഇതെന്താ ഇവിടെ വച്ചിരിക്കുന്നത്? അതെ, ശാന്തമായ പുഞ്ചിരിയോടെ റോബർട്ട് പ്രതിവചിച്ചു. ഡേസിയുടെ ഫോട്ടോ തന്നെ. എന്റെ ജീവിതം നന്മയുടെ വഴിയിലേക്ക് തിരിച്ചുവിട്ട മാലാഖയുടെ ഓർമ്മ എന്നും മനസ്സിലുണ്ടാവാൻ ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ. എന്നും രാവിലെ ഞാൻ ഈ മുഖം കണ്ടുകൊണ്ടാണ് ബിസിനസ്സിന് ഇറങ്ങുന്നത്. എനിക്ക് ഐശ്വര്യമേ ഉള്ളൂ ഡേസി. ഈ മാലാഖയുടെ മുഖം ഓർമ്മയിലുള്ള കാലത്തോളം എനിക്കൊരു ദോഷവും വരില്ല. എനിക്കത് ബോധ്യമായി കഴിഞ്ഞു. എന്റെ റോബർട്ട്. പൊടുന്നനെ അയാളുടെ ചുമലിലേക്ക് മുഖമണിച്ച് ഡേസി തേങ്ങി. റോബർട്ടിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്ര പോലും ആ സ്റ്റീഫൻ എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. റോബർട്ടിന് ഉടലാകെ കോരിത്തെരിക്കുന്നത് പോലെ തോന്നി. ഡേസി എന്ന മാദകത്തരമ്പിന്റെ മാംസോഷ്ണത വൈദ്യുത തരംഗങ്ങൾ എന്നോണം മേലാസകലം പടർന്നു നിറയുന്നത് പോലെ. സ്ത്രീ യൗവനത്തിന്റെ ചൂടും കുളിരും അറിഞ്ഞിട്ടില്ലാത്തവനല്ല റോബർട്ട്. രാവെളുപ്പോളം പകലിരുവോളം തളർന്നുറങ്ങുവോളം സ്ത്രീ എന്ന ലഹരി മൊത്തി മൊത്തി കുടിച്ചിട്ടുള്ളവനാണ് അയാൾ. എന്നിട്ടും ഡേസിയുടെ തളിരുള്ള മേനിയുടെ സ്പർശനം അയാളെ വികാര തഴലേന്തനാക്കി. കൈക്ക് എത്തുകയില്ലെന്ന് കരുതിയിരുന്ന മാദകമേനി അതിതാ തന്റെ നെഞ്ചോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നു. തേങ്ങൽ അപ്പോഴും ഡേസിയെ ഉലയ്ക്കുന്നുണ്ടായിരുന്നു. റോബർട്ടിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്ര പോലും എന്നെ മനസ്സിലാക്കാൻ സ്റ്റീഫൻ ആയില്ലല്ലോ. കാമുകന്റെ വഞ്ചന അവളെ തളർത്തിയിരിക്കുന്നു. ആ തളർച്ചയിൽ സ്ഥലകാലബോധം പോലും മറന്ന് അവൾ വിലപിക്കുന്നു. സ്റ്റീഫാ, എടാ സ്റ്റീഫാ, നിനക്ക് 1000 നന്ദി, 1000 നന്ദി. നന്ദികേടിന്റെ വഞ്ചനയുടെ മൂർത്തരൂപമായി ദേശയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ നിനക്ക് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണടാ ഈ റോബർട്ടിന് ഇങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ
മേലെടുത്ത് ബംഗ്ലാവിലെ ക്ലീറ്റസ് മുതലാളിയുടെ മകൾ ഡെയ്സി ഈ റോബർട്ടിന്റെ നേർക്ക് ഒന്ന് മുഖമുയർത്തി നോക്കുക പോലും ചെയ്യാറില്ലായിരുന്നു. സ്റ്റീഫ, നിനക്ക് നന്ദി, നന്ദി. ആ നിമിഷം അടക്കാനാവാത്ത ആഹ്ലാദം റോബർട്ടിന്റെ മനസ്സിൽ തുടികൊട്ടുകയായിരുന്നു. ഡെയ്സിയെ മാറിയെടുത്ത് അവളുടെ കൺകോണുകളിൽ കവിൾത്തടത്തിൽ ചുംബിക്കാനുള്ള ആവേശം അയാൾക്കുണ്ടായി. അയാളുടെ കണ്ണുകൾ നാലുപാട് പരതി. അടഞ്ഞുകിടക്കുന്ന വാതിൽ, വിടർത്തിയിട്ട കർട്ടനുകളിലൂടെ മറവുള്ള ജനാലകൾ, തികച്ചും അനുകൂലമായ സാഹചര്യങ്ങൾ. മുറിക്കുള്ളിലെ കട്ടിലേക്ക് അവളെ കോരിയെടുത്തെറിഞ്ഞ് അവളുടെ വികാര താഴ്വരകളിൽ ഒരു മഹാപ്രവാഹമായി ഒഴുകിയിറങ്ങാൻ അയാളുടെ പൗരുഷം ജ്വലിക്കുകയായിരുന്നു. കൈ ഉയർത്തി അയാൾ അവളുടെ ചുമലുകളിൽ പിടിച്ചു. ആ മാംസളവിയിൽ അയാളുടെ കൈവിരലുകൾ വേണ്ടതിലേറെ ശക്തിയിൽ അമർന്നു. എന്തിനാണ് ജീവിക്കുന്നത്? ആർക്കു വേണ്ടി? സ്റ്റീഫന്റെ മനസ്സ് പിടഞ്ഞു. വെറുതെ ഉദയങ്ങൾ കണ്ടു ഉണരുകയും അസ്തമയങ്ങൾ കണ്ട് ഉറങ്ങുകയും ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ജീവിതം. മുമ്പ് ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ശലോമി, തന്റെ തണൽ മാത്രം ആശ്രയമായിട്ടുള്ള കുഞ്ഞു പെങ്ങൾ. അന്ന് ഉദയം കാണും മുമ്പ് ഉണരുകയും അസ്തമയം കഴിയും വരെ പാറമടയിൽ വിയർപ്പൊഴുക്കുകയും ചെയ്യുന്നത് ആനന്ദമായിരുന്നു. അവളുടെ കൊച്ചു കൊച്ചു മോഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നത് ആത്മസായുജ്യങ്ങളായിരുന്നു. ചാച്ച എന്ന അവളുടെ വിളിക്ക് പ്രപഞ്ചത്തിലെ സകല താളങ്ങളെക്കാൾ രാഗമധുരമയുണ്ടായിരുന്നു. ആ രാഗമധുരമയുടെ നിർവൃതിയിൽ ജീവിതത്തോടുള്ള അഭിനിവേശം വർദ്ധിക്കുകയായിരുന്നു. കുഞ്ഞു പെങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന തോന്നൽ അഭിമാനമായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനോടൊപ്പം പോകുന്നു. അവളുടെ കത്ത് കണ്ണുകളിലൂടെ അന്നൊഴുകിയത് ഹൃദയരക്തമായിരുന്നു. എന്റെ ശലോമി, ഈ ചാച്ചനെ ഉപേക്ഷിച്ച് ഏതോ ഒരുവന്റെ ഒപ്പം പോകാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ആ ചിന്ത പിന്നെ ആശ്വസിച്ചു. പ്രപഞ്ച നിയതിയാണത്. രക്തബന്ധങ്ങൾക്കപ്പുറം മനുഷ്യന് വലുത് ഇണയാണ്. ആ ധാരണയെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് മറ്റൊരുവൾ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഡെയ്സി. ആദ്യം അവിശ്വസനീയമായിരുന്നു. ക്രമേണ ആ അവിശ്വാസത്തിൽ അർത്ഥമില്ലെന്ന് തോന്നി. അവൾ എന്ന രാഗം ജീവിതഗാനത്തിൽ നിറഞ്ഞു നിന്നു. ഇപ്പോ ഡെയ്സിയും തന്നെ വേർതിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു. തന്റെ നേർക്ക് അവൾ കാറി തുപ്പിയിരിക്കുന്നു. താൻ കള്ളനല്ലേ? അല്ല ഡെയ്സി, അല്ല. നിന്റെ ഡാഡി എന്നെ ചതിച്ചതാണ്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി. പക്ഷെ അത് തെളിയിക്കാൻ എനിക്ക് സാക്ഷികളില്ല, യുക്തിവാദങ്ങൾ പോലുമില്ല. ഈ നാട്ടുകാർ മുഴുവൻ എന്നെ പുച്ഛിക്കുന്നു ഡെയ്സി, എന്നെ വെറുക്കുന്നു. വയ്യ. ആ പുച്ഛങ്ങൾ അവഗണിച്ച്, ആ വെറുപ്പുകൾ അവഗണിച്ച് എനിക്കിനി ഇവിടെ ജീവിക്കണ്ട. അർത്ഥവും ലക്ഷ്യവുമില്ലാത്ത ജീവിതം ഞാനിത് അവസാനിപ്പിക്കുകയാണ്. മുറിയുടെ മൂലയിലെ കടലാസ് പൊതിയിലേക്ക് സ്റ്റീഫന്റെ കണ്ണുകൾ പാഞ്ഞു. വെടിമരുന്നാണ്. പാറമഴയിലെ ആവശ്യത്തിന് വേണ്ടി കരുതിയിരിക്കുന്നത്. അത് വാരി നിരത്തി അതിനു മീതെ കിടന്ന് തീപ്പെട്ടിക്കൊള്ളി ഉരക്കിയേ വേണ്ടൂ. ആളിയുയരുന്ന അഗ്നിനാളങ്ങൾ മജ്ജയും മാംസവും മാത്രമല്ല, അസ്ഥികൾ പോലും നക്കി തോർത്തും. മരണം. സ്റ്റീഫൻ തീരുമാനിച്ചുറച്ചു. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അയാൾ അകത്തേക്ക് കയറി. മുറിയുടെ വാതിൽ ചേർത്തടച്ചു. അതുവരെ തോന്നിയിട്ടില്ലാത്ത ഒരാവേശം സ്റ്റീഫനെ ബാധിച്ചു. മുറിയുടെ മൂലയ്ക്ക് സൂക്ഷിച്ചു വെച്ചിരുന്ന വെടിമരുന്ന് ആ ആവേശത്തോടെ അയാൾ വാരി നിരത്തി. തനിക്ക് ഉറങ്ങാനുള്ള പൂമെത്ത, കറുത്ത നിറമുള്ള പൂമെത്ത. ആ പൂമെത്തയിൽ മലർന്നു കിടന്ന് മരണത്തിന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര പോകാൻ സ്റ്റീഫന് തിടുക്കമായി. എളിച്ചൊരികിൽ നിന്ന് അയാൾ തീപ്പെട്ടിയെടുത്തു. അപ്പോൾ തുടർച്ചയായി ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം. സ്റ്റീഫ! അകമ്പടിയായി മെല്ലിച്ച സ്ത്രീ ശബ്ദം. ഡെയ്സിയുടെ ശബ്ദം. സ്വയം മറന്നവനെ പോലെയായി സ്റ്റീഫൻ. വീണ്ടും ഡെയ്സി തന്നെ തേടി വന്നിരിക്കുന്നു. അടച്ചിട്ടിരുന്ന വാതിൽ ഒട്ടും സമയം പാഴാക്കാതെ സ്റ്റീഫൻ വലിച്ചു തുറന്നു. കോടി നക്ഷത്രങ്ങളുടെ പ്രഭ വിരിഞ്ഞു നിന്ന അയാളുടെ മുഖം അമാവാസി രാവ് പോലെ ഇരുണ്ടു. കാരണം പുറത്തു നിന്നിരുന്നത് ഡെയ്സിയല്ല, ഭവാനി. പട്ടാപ്പകൽ കഥകും പൂട്ടി സ്റ്റീഫൻ എന്തു ചെയ്യുകയായിരുന്നു? ഭവാനിയുടെ കണ്ണുകളിൽ പരിഹാസച്ചിരിയുള്ള ശൃംഗാരത്തിന്റെ തിളക്കം. സ്റ്റീഫനിൽ നിന്നും മറുപടി ഉണ്ടാകുന്നതിന് മുമ്പ് ഭവാനി മുറിക്കുള്ളിലേക്ക് കയറി. ഒട്ടും വൈകാതെ ഭവാനി ആ കാഴ്ച കണ്ടു. വെടിമരുന്ന് മെത്തയായി വിരിച്ചൊരുക്കിയിട്ടിരിക്കുന്ന കട്ടിൽ, താഴെ നിലത്ത് വീണു കിടക്കുന്ന തീപ്പെട്ടി. സ്റ്റീഫൻ, എന്താ ഇതൊക്കെ? മറുപടി പറയാനാകാതെ സ്റ്റീഫൻ നിന്ന് പരുങ്ങി. അയാളുടെ ദേഹത്ത് പൊതിഞ്ഞിരുന്ന വെടിമരുന്നിന്റെ കറുപ്പും ഭവാനി കണ്ടു. സത്യം പറ, സ്റ്റീഫൻ എന്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു? നിശ്ചലനായി നിന്ന സ്റ്റീഫന്റെ രണ്ട് ചുമലുകളിലും പിടിച്ചുരച്ച് ഭവാനി ആക്രോശിച്ചു. മനസ്സിൽ ആദ്യം പെടുന്ന പരിഭ്രമം മറന്ന് നിർവികാരനായി സ്റ്റീഫൻ പുലമ്പി. ചാകാനുള്ള തയ്യാറെടുപ്പ്. എന്റെ ഈശ്വരാ! നടുക്കത്തോടെ ഭവാനി നെഞ്ചിൽ കൈവച്ചു. എന്തോ ഒരു ദുർബുദ്ധി തോന്നി. ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത് നന്നായി.
അല്ലായിരുന്നെങ്കിൽ സ്റ്റീഫൻ ഇപ്പൊ ചാരമായനല്ലോ. മറുപടിയില്ലാതെ സ്റ്റീഫൻ നിന്നു. ആ മൗനത്തിന് പിന്നിൽ മോഹഭംഗത്തിന്റെ കനത്ത നിഴലുണ്ടായിരുന്നു. മരണത്തിലേക്ക് ഓടി ഒളിക്കാനുള്ള സ്റ്റീഫന്റെ മനസ്സ് ഭവാനി കണ്ടു. താൻ കടന്നു വന്നത് മൂലം അത് തടസ്സപ്പെട്ടിരിക്കുന്നു. ഈശ്വര, യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ ചെയ്യാത്ത തെറ്റിന്റെ കുറ്റം ചുമന്ന് മരണത്തിലേക്ക് ഓടി ഒളിക്കാൻ. റോബർട്ടിന്റെ മുഖം ഭവാനി ഓർത്തു. ആ കുടിലന്റെ വക്രബുദ്ധിയാണെല്ലാം. ഡെയ്സി എന്ന മുതലാളി പെണ്ണിന്റെ ഭീമമായ ബാങ്ക് ബാലൻസ് സ്വന്തമാക്കാനുള്ള അയാളുടെ വക്രബുദ്ധി. അതിനു പകരമായി നല്ലവനായ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ ബലി കൊടുക്കണമെന്നോ? വയ്യ. ലക്ഷ്യമല്ല, കോടി കിട്ടുമെന്ന് പറഞ്ഞാലും ആ മഹാപാതകത്തിന് കൂട്ടുനിൽക്കാൻ ഭവാനിക്ക് വയ്യ. ഭവാനി വീശിയാണ്. രഹസ്യമായും പരസ്യമായും പച്ച നോട്ടുകളുമായി തേടിയെത്തുന്ന പുരുഷന്മാർക്ക് മുമ്പിൽ നിർജ്ജനം എന്തിനു തയ്യാറാവുന്നവളാണ്. പക്ഷേ ഒരു ജീവൻ ഇല്ലാതാക്കിയിട്ട് എന്തെങ്കിലും നേടണമെന്ന് ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെയുള്ള നേട്ടങ്ങളൊന്നും ഭവാനിക്ക് വേണ്ട. അത്തരം മഹാപാതകങ്ങൾക്ക് കൂട്ടുനിൽക്കാനും ഭവാനിക്ക് വയ്യ. നിലത്ത് കിടന്ന തീപ്പെട്ടി കുനിഞ്ഞെടുത്ത് ഭവാനി മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ അടുക്കളയിലേക്ക് ഓടി. അവിടെ കുടത്തിലിരുന്ന വെള്ളം കട്ടിലെ വെടിമരുന്നിന് മീതെ കമഴ്ത്തി. എന്നാലും ഇങ്ങനൊരു ദുർബുദ്ധി തോന്നിയല്ലോ സ്റ്റീഫന്. ഭവാനി പെറുപെറുത്തു. ഒരു മോഷണ കേസ് പ്രതിയാണെന്ന് വെച്ച് തീ വെച്ച് ചാകാനും മാത്രമുള്ള അറിവേ സ്റ്റീഫനുള്ളോ? ഒരു മോഷണ കേസ് പ്രതിയാവുക എന്ന് വെച്ചാ ചെറിയ കാര്യമാ അല്ലേ ഭവാനി? പക്ഷെ എനിക്ക് അതുമൂലം ഇല്ലാതായിരിക്കുന്നത് എന്റെ അന്തസ്സും മാന്യതയുമാ. അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്തിനാ? അന്തസ്സും മാന്യതയും പുച്ഛത്തോടെ ഭവാനി ചെവി വക്രിപ്പിച്ചു. ആരെ കാണിക്കാനാ ഈ അന്തസ്സും മാന്യതയും ഒക്കെ? ഇവിടെ ആർക്കാ അതൊക്കെ ഉള്ളത്? വികാരി ആയിരുന്നിട്ട് കുർബാന ചൊല്ലുന്ന പള്ളിയിലച്ഛന് പാവാടക്കാരി പെണ്ണിനോട് കാമം. ആധ്യാത്മികയുടെ അന്തസ്സ് പാടുന്ന മുനിക്ക് കാൽശീലങ്ങൾ ഇളക്കി നൃത്തം ചവിട്ടുന്ന പെണ്ണിന്റെ മീനിക്കൊഴുപ്പിന്റെ നിർവൃതി. നാട് നന്നാക്കാൻ വേഷം കെട്ടി നടക്കുന്ന നേതാക്കന്മാർക്ക് കള്ളനോട്ടടി കരിഞ്ചന്ത കച്ചവടം. സ്റ്റീഫൻ മാത്രം ഏതോ മോഷണ കേസിൽ പ്രതിയായെന്ന് പറഞ്ഞ് തീ ചാടി ചാകാൻ ഒരുങ്ങുന്നു. ലജ്ജയില്ലേ സ്റ്റീഫന് ആളാണെന്ന് പറഞ്ഞ് നടക്കാൻ? ഭവാനിയുടെ കണ്ണുകളുടെ തീഷ്ണത സ്റ്റീഫന്റെ മുഖത്ത് തറച്ചു. സ്റ്റീഫന്റെ മുഖം കുനിഞ്ഞു. ഭവാനി തുടർന്നു. സ്റ്റീഫൻ മോഷ്ടിച്ചിട്ടില്ലല്ലോ. കോടതിയിൽ കേസ് വരുമ്പോ അത് തെളിയിക്കാനാ വക്കീലിനെ വെച്ചിരിക്കുന്നത്. കേസിന്റെ വിധി വരുന്നവരെങ്കിലും ഇനി സ്റ്റീഫൻ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് ഒരുങ്ങരുത്. കുടികിടപ്പ് അവകാശം കിട്ടിയതാണെങ്കിലും 10 സെന്റ് ഭൂമി സ്വന്തമായിട്ടുള്ളവളാ ഞാൻ. അത് വിറ്റിട്ടാണെങ്കിലും സ്റ്റീഫന് വേണ്ടി ഞാൻ ഈ കേസ് നടത്തും. ശിക്ഷയൊന്നും ഉണ്ടാകാതെ സ്റ്റീഫനെ രക്ഷിക്കുകയും ചെയ്യും. തീർച്ച. ഈ ഭവാനി പറഞ്ഞാൽ അതിന് മാറ്റമുണ്ടാവില്ല. സ്റ്റീഫൻ തലകുനിച്ചു നിന്ന് എല്ലാം കേട്ടു. ഭവാനി പറഞ്ഞതിൽ കാര്യമില്ലാതില്ലെന്ന് അയാൾക്ക് തോന്നി. 10 സെന്റ് ഭൂമി ഭവാനിക്ക് സ്വന്തമുണ്ടെങ്കിൽ അതിലേറെ ഭൂമി സ്വന്തമുള്ളവനാണ് താൻ. ആ ഭൂമി വിറ്റിട്ടാണെങ്കിലും കേസ് നടത്തണം. വിജയിക്കുകയും വേണം. തന്റെ നിരപരാധിത്വം തെളിഞ്ഞു കഴിഞ്ഞു വേണം ക്ലീറ്റസ് മുതലാളിയോട് പകരം ചോദിക്കാൻ. അതുവരെ ക്ഷമിക്കുക, എല്ലാം സഹിക്കുക. തീരുമാനം സ്റ്റീഫന്റെ മനസ്സിൽ ദൃഢമായി. ആ ദൃഢതയോടെ അയാൾ ഭവാനിക്ക് ഉറപ്പ് കൊടുത്തു. മേലെടുത്ത ബംഗ്ലാവിലെ ക്ലീറ്റസ് മുതലാളിയുടെ മകൾ തന്റെ ജീവിത പങ്കാളിയാവുക സങ്കല്പിക്കാൻ പോലും ആവാത്തൊരു സ്വപ്നം. പക്ഷേ അകലാൻ ശ്രമിക്കുന്തോറും ആ രജത താരകം തന്നിലേക്ക് അടുത്തു വരികയായിരുന്നു. സങ്കോചവും വിഹുലതയും തിങ്ങി വിങ്ങി നിന്ന മനസ്സിൽ സങ്കല്പങ്ങളുടെയും സ്വപ്നങ്ങളുടെയും കനകകിരണങ്ങൾ വിതറി. ആ രജത താരകം ക്രമേണ ആത്മഹർഷമാവുകയായിരുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ പ്രതികാരദാഹം കൊണ്ട് കത്തിയും വാളും പേറി തങ്ങൾക്ക് നേരെ അണിനിരുന്നൊരു പുലരി എന്നും ഓർമ്മയിലുണ്ടായിരുന്നു. സ്റ്റീഫൻ എന്തിനാ ഭീരുവാകുന്നത്? പ്രപഞ്ചം മുഴുവൻ ഒന്നാകെ നമുക്ക് നേരെ പടയെടുത്തു വന്നാലും ഈ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിൽക്കുകയല്ലാതെ പിന്മാറുന്നവളല്ല ഡെയ്സി. ജീവിച്ചാ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് മരിക്കാം. എന്തിനായാലും സ്റ്റീഫനോടൊപ്പം ഈ ഡെയ്സി ഉണ്ടാവും, തീർച്ച. ഓരോ തവണയും ആ വാക്കുകൾ കേട്ട് കൂടുതൽ കൂടുതൽ കരുത്തു നേടി. പ്രപഞ്ചത്തെ മുഴുവൻ പോരാടി ഡെയ്സിയെ സ്വന്തമാക്കാൻ ഹൃദയത്തിൽ ആവേശം സ്വരുക്കൂടുകയായിരുന്നു. എന്നിട്ടും അവളിപ്പോ തന്നെ അവഗണിച്ചിരിക്കുന്നു. എല്ലാം തന്റെ കുറ്റമാണ്. ആണിന്റെ കരുത്തറിയാൻ കഴിഞ്ഞ പെണ്ണിന് അവനെ മറക്കാനാവില്ല, കള്ളനായാലും കൊള്ളക്കാരനായാലും. പക്ഷെ ആണിന്റെ കരുത്ത് എന്താണെന്ന് ഡെയ്സിയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൾ തന്നെ വേർതിരിക്കുന്നു. ഇല്ല, ബലാത്കാരമായിട്ടെങ്കിലും തന്റെ കരുത്ത് എന്താണെന്ന് ഡെയ്സിയെ അറിയിച്ചേ മതിയാകൂ. ഹൃദയത്തിന്റെ നിഴലായി പറ്റിച്ചേർന്നിരിക്കുന്നവളാണവൾ. അവളെ മറക്കാൻ വയ്യ. സ്റ്റീഫന് തുണയായി അവൾ വേണം. ബലാത്കാരമായി ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിലേക്ക് അവളെയും കൊണ്ട് ഓടിപ്പോയി കളഞ്ഞാലോ? ക്ലീറ്റസ് മുതലാളിയുടെയും
അവളുടെ ആങ്ങള സിബിയുടെയും ഈ നാട്ടുകാരുടെയും പോലീസിന്റെയും കണ്ണും കൈയും എത്താത്ത ഏതെങ്കിലും നാട്ടിലേക്ക് തനിക്ക് അതിന് കഴിയുമോ? എന്തുകൊണ്ട് കഴിയില്ല? കഴിഞ്ഞില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ മരണമായിരിക്കും. പക്ഷേ സ്റ്റീഫന് മരണത്തെ ഭയമില്ലല്ലോ. മരണത്തെ ഭയമില്ലാത്തവന് മറ്റെന്താണ് പ്രതിബന്ധം? ഇല്ല, ഡെയ്സിയെ അങ്ങനെ വിടില്ല. സ്റ്റീഫനെ വെറുത്ത് അവൾ ഈ ഭൂമിയിൽ ജീവിക്കണ്ട. ജീവിക്കുകയാണെങ്കിൽ അവൾ സ്റ്റീഫന്റെ കൂടെ ജീവിച്ചാൽ മതി. അതിന് കഴിയുന്നില്ലെങ്കിൽ അവൾ മരിക്കട്ടെ, അവളോടൊപ്പം സ്റ്റീഫനും. ഭ്രാന്തമായ ആവേശമായി സ്റ്റീഫന്റെ മനസ്സിൽ ആ ചിന്ത ഉറച്ചു. ആ ചിന്തയോടെ അടുത്തൊരു ദിവസം സ്റ്റീഫൻ പട്ടണത്തിലേക്ക് പോയി. അവിടെ നിന്നും അയാൾ ഒരു കഠാര വാങ്ങി. ഇരുവശവും മൂർച്ചയുള്ള തിളങ്ങുന്ന കഠാര. കൈലിക്കുത്തിനടിയിൽ കഠാര ഒളിപ്പിച്ച അയാൾ പട്ടണത്തിലെ വിദേശ മദ്യഷോപ്പിൽ കയറി ആവശ്യത്തിന് കുടിച്ചു. ലഹരി സിരകളിൽ ഇഴഞ്ഞു തുടങ്ങിയപ്പോൾ അതുവരെ തോന്നാതിരുന്ന തന്റെ ഇടത്തോടെ സ്റ്റീഫൻ പട്ടണത്തിൽ നിന്നും മടങ്ങി ഗ്രാമത്തിലെത്തി. ഗ്രാമത്തിലെ ബസ് സ്റ്റോപ്പിൽ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. എങ്ങോട്ട് പോകണം? പരിചയമുള്ള ചിലരെയൊക്കെ കണ്ടു. അവരൊക്കെ മുഖം തിരിച്ചു നടന്നു കളഞ്ഞു. കള്ളനായ സ്റ്റീഫനോടുള്ള അമർഷം അവരെയൊക്കെ തടഞ്ഞു നിർത്തി. ഞാൻ ഇതുവരെ കള്ളനായിട്ടില്ലട പട്ടികളെ എന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്ന് തോന്നി. പെട്ടെന്ന് അയാൾ ചിന്തിച്ചു, അതല്ലല്ലോ തന്റെ ലക്ഷ്യം. നേരെ വലിയടത്ത് ബംഗ്ലാവിലേക്ക് നടന്നു. വലിയടത്ത് ബംഗ്ലാവിന്റെ ഇരുമ്പ് ഗേറ്റ് പൂട്ടിയിട്ടിരുന്നു. പൂട്ടിയിരിക്കുന്ന ഗേറ്റിന് മുമ്പിൽ സ്റ്റീഫൻ നിന്നു. ഡെയ്സി! അയാൾ അലറി വിളിച്ചു. ബംഗ്ലാവിനുള്ളിലേക്ക് കടന്നു ചെന്ന ആ വിളിയൊച്ച ഡെയ്സി കേട്ടു. ഡെയ്സി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഗേറ്റിന് വെളിയിൽ നിൽക്കുന്ന സ്റ്റീഫനെ കണ്ടു. ഒരു നടുക്കം അവളുടെ കണ്ണുകളെ പൊതിഞ്ഞു. ദൈവമേ, ആ നെഞ്ചിൽ മുഖം ചേർത്ത് നിന്ന് താൻ മന്ത്രിച്ചതൊക്കെ തിരിച്ചു വിളിച്ചു പറയാനാവുമോ ഇയാൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഡെയ്സി വേഗം ഗേറ്റിലേക്ക് ഓടി. അടച്ചിട്ടിരിക്കുന്ന ഗേറ്റിനപ്പുറം നിന്ന് അവൾ അയാളോട് ആക്രോശിച്ചു. സ്റ്റീഫൻ, നിങ്ങൾ എന്തിനു ഇവിടെ വന്നു? ഞാൻ വന്നതോ? മദ്യലഹരിയിൽ സ്റ്റീഫന്റെ സ്വരം കുഴഞ്ഞു. നിന്നെ കാണാൻ, നിന്റെ ഡെയ്സിയെ കാണാൻ. വേണ്ട, നിങ്ങൾ ഇനി എന്നെ കാണണം. എനിക്ക് എന്റെ ഡെയ്സിയെ കാണണം. മദ്യലഹരിയിൽ സമനില തെറ്റി തുടങ്ങിയ സ്റ്റീഫന്റെ വാക്കുകൾ വിലാപം പോലെയായി. ഗേറ്റിനപ്പുറം നിന്ന ഡെയ്സിയുടെ നെഞ്ചിൽ അമർഷത്തിന്റെ അഗ്നിയാളി. നിങ്ങൾക്ക് കാണാൻ ആ വേശ്യയുണ്ടല്ലോ, ഭവാനി. ചെല്ല്, അവളുടെ അടുത്തേക്ക് ചെല്ല്. ഈനാം പേച്ചിക്ക് കൂട്ട് മരപ്പട്ടി. അത് നിന്റെ തന്തയാടി, ആ കള്ള റാസ്കൽ. അവൻ എന്നെ കള്ളനാക്കി. ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് പിടിപ്പിച്ചു. കൈലിക്കുത്തിനടിയിൽ നിന്ന് സ്റ്റീഫൻ കഠാര വലിച്ചൂരി ഉയർത്തിക്കാട്ടി. ഇത് കണ്ടോ? എന്നെ ചതിച്ചവന്റെ ചങ്കിൽ ഞാൻ ഇത് കുത്തിക്കയറ്റും. സ്റ്റീഫൻ കള്ളനല്ല, കൊലപാതകയാണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഡെയ്സി വീണ്ടും നടുങ്ങി. ആ കഠാരത്തുമ്പിന്റെ തിളക്കം അവളെ തളർത്തിക്കളഞ്ഞു. എന്നിട്ടും ധൈര്യം സംഭരിച്ച് അവൾ അലറി, മര്യാദയ്ക്ക് വീടിന്റെ മുന്നിൽ നിന്ന് പൊക്കോ, അല്ലെങ്കിൽ ഇവിടെ ഫോണുണ്ട്, ഞാൻ പോലീസിനെ വിളിക്കും. വിളിക്കടി, നിന്റെ പോലീസ് വരട്ടെ. എല്ലാത്തിന്റെയും ചങ്കിൽ ഞാൻ ഈ കഠാര കയറ്റും. എനിക്കാരും പേടിയില്ലടി, മരണത്തെ പോലും. വെടിമരുന്നിന് പുറത്തു കിടന്ന് തീ കൊളുത്തി ചാകാൻ ഒരുങ്ങിയവനാ ഞാൻ. കയ്യിലിരിക്കുന്ന കഠാര ഗേറ്റിന്റെ അരികൾക്കിടയിലൂടെ ഡെയ്സിയുടെ നേർക്ക് നീട്ടി വീണ്ടും സ്റ്റീഫൻ അലറി, എന്നെ വഞ്ചിച്ച ഇതിന്റെ തുമ്പ് ഞാൻ നിന്റെ ചങ്കിലാഴ്ത്തും. പിന്നെ ചത്തു വീഴുന്ന നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ ഞാൻ അതെന്റെ ചങ്കിലേക്കും കുത്തിക്കേറ്റും. ജീവിച്ചാ ഒന്നിച്ച് ജീവിക്കും, അല്ലേ ഒന്നിച്ച് മരിക്കും. അതാ സ്റ്റീഫന്റെ തീരുമാനം. ശരീരം കുഴന്നതുപോലെ തോന്നിയതുകൊണ്ട് ഒരു കൈ സ്റ്റീഫൻ ഗേറ്റിന്റെ അടിയിൽ മുറുകെ പിടിച്ചു. അപ്പോ പിന്നിൽ നിന്നും രണ്ടു കൈകൾ അയാളെ വരിഞ്ഞു. സ്റ്റീഫൻ, ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞാൻ എത്ര നേരമായെന്നറിയോ വീട്ടിൽ വന്ന് നോക്കിയിരിക്കുന്നു. കാണാത്തത് കൊണ്ട് മടങ്ങിപ്പോകാൻ ഒരുങ്ങിയായിരുന്നു. സ്റ്റീഫൻ മുഖം ധരിച്ചു നോക്കി. പിന്നിൽ ഭവാനി. സ്നേഹപൂർവ്വം ഭവാനി അയാളെ ക്ഷണിച്ചു. വരൂന്നേ, നമുക്ക് വീട്ടിലേക്ക് പോകാം. എനിക്ക് സ്റ്റീഫനോട് കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതിനാ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഗേറ്റിൽ പിടിച്ചിരുന്ന കൈ സ്റ്റീഫൻ ഭവാനിയുടെ തോളിലേക്കിട്ടു. കഠാര പഴയതുപോലെ കൈലിക്കുത്തിനിടയിൽ തിരുകി. ഭവാനി, വേശ്യാണേലും നീ നല്ലവളാ. നീ എന്റെ കാവൽ മാലാഖയാ. നീ വിളിച്ചാ എനിക്ക് വരാതിരിക്കാൻ ഒക്കുകയല്ല. വാ, നമുക്ക് പോകാം. പറയാനുള്ളത് മുഴുവൻ നീ പറ. എല്ലാം ഞാൻ കേട്ടോളാം. സ്റ്റീഫൻ ഇനി ഏറെക്കാലമൊന്നും ഈ ഭൂമിയിൽ ജീവിക്കത്തില്ല. അതിനു മുമ്പ് നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു. പറയാം, പക്ഷെ അത് ഇവിടെ വെച്ച് വിളിച്ചു പറയാൻ നോക്കുന്ന കാര്യങ്ങളല്ല. രഹസ്യമായി സ്റ്റീഫനോട് പറയാനുള്ളതാ. നടക്ക്, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്നാ പോകാം. കാലുകൾ നിറത്തുറയ്ക്കാനായപ്പോൾ
സ്റ്റീഫൻ ഭവാനിയുടെ തോളിലേക്ക് ചാഞ്ഞു. തെല്ലും വൈമുഖ്യമില്ലാതെ ഭവാനി സ്റ്റീഫന്റെ ഭാരമേറ്റു. വലതുകൈ അയാളുടെ അരക്കെട്ടിലേക്ക് വളച്ചിട്ട് സ്റ്റീഫനെയും താങ്ങി ഭവാനി നടന്നകലുന്നത് ഡെയ്സി നിർനിമേഷം നോക്കി നിന്നു. ഭവാനിയുടെ കൊച്ചു വീടിന്റെ മുമ്പിൽ വന്യമായ മുരൾച്ചയോടെ റോബർട്ടിന്റെ മോട്ടോർ സൈക്കിൾ വന്നു നിന്നു. ധൃതിയിൽ മോട്ടോർ സൈക്കിളിൽ നിന്നും ചാടി ഇറങ്ങിയ റോബർട്ട് ഭവാനിയുടെ വീടിനുള്ളിലേക്ക് ഓടിക്കയറി. ഭവാനി, എടി ഭവാനി, അയാൾ വിളിച്ചു. മറുപടി ഉണ്ടായില്ല. ചാരിയിട്ടിരുന്ന വാതിൽ കതക് തള്ളി തുറന്ന് അയാൾ മുറിക്കുള്ളിലേക്ക് നോക്കി. അവിടെ ഏതെങ്കിലും ഒരു പുരുഷന്റെ വികാരക്കാറ്റിൽ ആളിപ്പടരുന്ന അഗ്നിനാളമായി ഭവാനി ഉണ്ടാവുമെന്ന് ചിന്തിച്ച റോബർട്ടിന് തെറ്റി. മുറി ശൂന്യമായിരുന്നു. അവിടെ ഭവാനിയുമില്ല, ഒരു മനുഷ്യജീവിയുമില്ല. ഈ നട്ടക്കേട്ട് പകൽ അവൾ എവിടെ പോയി കിടക്കുന്നെന്ന് റോബർട്ട് ചിന്തിച്ചു. ഭവാനി, എടി ഭവാനി, ശബ്ദമുയർത്തി വീണ്ടും റോബർട്ട് വിളിച്ചു. അകലെ എവിടെയോ നിന്ന് അതിനുള്ള മറുപടിയായി ഭവാനിയുടെ ശബ്ദമായിരുന്നു. ഒട്ടും വൈകാതെ ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി റോബർട്ട് കുതിച്ചു. അയാൾ ഭവാനിയെ കണ്ടെത്തി. റബ്ബർ കാടിന് പിറകിലുള്ള കൊച്ചരുവിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്നു ഭവാനി. അയാൾ വേഗം അവൾക്കരികിലേക്ക് നടന്നു. നഗ്നമാറിടങ്ങൾ കൈത്തലം പിണച്ച് വരച്ച് ഭവാനി പറഞ്ഞു. അവിടെ എങ്ങാനും പോയിരിക്കും റോബർട്ടെ, കുളിച്ചു കയറി ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങനെ ഇരിക്കാൻ വന്നതല്ലടി. റോബർട്ടിന്റെ ശബ്ദത്തിന് മുമ്പില്ലാതിരുന്ന ദൃഢത. എന്നാ വേണ്ട, ഞാൻ കുളിക്കുന്നതും കണ്ടുകൊണ്ട് ഇവിടെ നിന്നോ? പരിഹസിക്കും പോലെ ഭവാനി ചിരിച്ചു. ആ ചിരി ഒരു നിമിഷമേ ഭവാനിയുടെ മുഖത്ത് നിലനിന്നുള്ളൂ. അപ്പോഴേക്ക് അരുവിയിലേക്ക് കുതിച്ചു ചാടിയ റോബർട്ടിന്റെ കൈ അവളുടെ കവിളിൽ ആഞ്ഞു പതിച്ചു. ഹോള്ള പൊലയാടി മോളെ, നീ റോബർട്ടിനെ ചതിക്കും അല്ലടി. റോബർട്ടിന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നിജ്വാലകളാണ് ഉയരുന്നതെന്ന് ഭവാനിക്ക് തോന്നി. അവളുടെ മുഖം ഭീതി കൊണ്ട് വിളറി. ആ മുഖത്തേക്ക് തുറച്ചു നോക്കി. വീണ്ടും റോബർട്ട് അലറി. സ്റ്റീഫന് വേണ്ടി നീ വേറെ വക്കീലിനെ ഏർപ്പാട് ചെയ്തു അല്ലെ? വീണ്ടും ഭവാനി നടുങ്ങി. മറുപടി പറയാനാവാതെ നിമിഷങ്ങളോളം അവൾ മൂകയായി. നടന്നതൊക്കെ റോബർട്ട് അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ രക്ഷപ്പെടും? സ്റ്റീഫന്റെ കേസ് വാദിക്കാൻ നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന വക്കീൽ റോബർട്ടിന്റെ സുഹൃത്തായിരുന്നു. ആ സുഹൃത്തിന് റോബർട്ടിന്റെ രഹസ്യ നിർദ്ദേശവും ഉണ്ടായിരുന്നു. സ്റ്റീഫൻ മറ്റൊരു വക്കീലിനെ ഏർപ്പെടുത്താതിരിക്കാനാണ് ഈ കേസ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. വാദിക്കാവുന്നിടത്തോളം ശക്തമായി നിങ്ങൾ ഈ കേസ് വാദിക്കണം. പക്ഷേ നിരപരാധിയായി സ്റ്റീഫൻ പുറത്തു വരരുത്. കുറഞ്ഞ പക്ഷം 1 വർഷമെങ്കിലും കഠിന തടവിന് അവനെ ശിക്ഷിക്കണം. കുറെ കാലം അവൻ ജയിലിനുള്ളിൽ കഴിയേണ്ടത് എന്റെ ഒരു ആവശ്യമായി വന്നിരിക്കുക. അന്ന് റോബർട്ടിന്റെ സഹായിയായി ഭവാനി എല്ലാത്തിനും കൂട്ടുനിന്നു. 1-2 വർഷം സ്റ്റീഫൻ ജയിലിൽ കിടക്കുന്നതിൽ അവൾക്കൊരു വിഷമവും തോന്നിയില്ല. എന്നാൽ ഇപ്പോൾ സ്റ്റീഫൻ ശിക്ഷിക്കപ്പെടരുതെന്ന് ആത്മാർത്ഥമായും ഭവാനി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് മറ്റൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്യാൻ സ്റ്റീഫനെ പ്രേരിപ്പിച്ചത്. പക്ഷെ റോബർട്ടിന്റെ കള്ളക്കളികളൊന്നും അവൾ സ്റ്റീഫനെ അറിയിച്ചിട്ടില്ല. റോബർട്ട് ഡെയ്സിയെ സ്വന്തമാക്കിക്കൊള്ളട്ടെ. അവളെ പ്രേമിക്കുകയോ അനുഭവിക്കുകയോ സ്വത്ത് സ്വന്തമാക്കുകയോ ചെയ്തു കൊള്ളട്ടെ. ഭവാനിക്ക് അതിലൊന്നും ഒരെതിരുമില്ല. എന്നാൽ സ്റ്റീഫനെ അവൾക്ക് വേണം. ആ ചിന്ത പെട്ടെന്ന് ഭവാനിയെ ഉണർത്തി. അരുവിക്കരയിൽ അയച്ചു വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ വാരിയെടുത്ത് മേനി നഗ്നത മറച്ച് ഭവാനി റോബർട്ടിനോട് പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഇനി ഒരു കാര്യവും എന്നോട് പറയണ്ട. പറഞ്ഞാലും ഇനി ഒരു ഫലവുമില്ല. ഞാൻ എല്ലാം തീരുമാനിച്ചുറച്ചാ വന്നിരിക്കുന്നത്. എന്നെ വഞ്ചിക്കുന്നവരാരായാലും അവിടുത്തെ സൂര്യോദയം കാണരുതെന്ന് നിർബന്ധമുള്ളവനാ ഈ റോബർട്ട്. വികൃതമായ ഒരു ചിരിയോടെ റോബർട്ട് മുമ്പോട്ട് കുതിച്ചു. ആ കുതിപ്പിൽ അയാളുടെ ബലിഷ്ഠങ്ങളായ കൈകൾ ഭവാനിയുടെ കഴുത്തിൽ അമർന്നു. ഭ്രാന്തമായ കരുത്തോടെ ആ കൈകൾ ഭവാനിയുടെ കഴുത്ത് ഞെരിച്ചു. ശ്വാസം തടസ്സപ്പെട്ട് ഭവാനിയുടെ കണ്ണുകൾ തുറച്ചു. രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ സകല കരുത്ത് സമാഹരിച്ച് ഭവാനി കുതറി. റോബർട്ടിന്റെ മുഖം കൂടുതൽ ഭീമത്സമായി. അയാളുടെ വാക്കുകൾ കൂടുതൽ ക്രൂരമായി. എന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്നവളാ നീ. നാളെ അതെല്ലാം നീ സ്റ്റീഫനോട് ചെന്ന് പറയുകയില്ലെന്ന് ആരറിഞ്ഞു? ഡെയ്സിയുടെ ബാങ്ക് ബാലൻസ് ഏകദേശം എന്റെ കൈക്ക് അടുത്തിരിക്കുക. ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ പകുതി നിനക്ക് തരേണ്ടേ? അതുകൊണ്ട് നീ ഇനി ജീവിച്ചിരിക്കേണ്ട, നീ ചാവ്. റോബർട്ടിന്റെ പല്ലുകൾ ഞെരിഞ്ഞു. അയാളുടെ കൈകൾ കൂടുതൽ കരുത്തിൽ ഭവാനിയുടെ കഴുത്തിൽ അമർന്നു. അടുത്തടുത്ത് വരുന്ന മരണത്തിന്റെ കുളമ്പടി ഒച്ചകൾ ഭവാനിയുടെ കാതുകളിൽ മുഴങ്ങി. രക്ഷപ്പെടണം. ഭവാനിയുടെ മനസ്സിൽ ആ ചിന്ത ഒരു ഭ്രാന്തായി. ആ ഭ്രാന്ത് ഒരു കൊടുങ്കാറ്റിന്റെ കരുത്തായി അവളിൽ അമർന്നു. ചോർന്നു തുടങ്ങിയ മനസ്സിന്റെ സർവ്വശക്തിയും ആ കരുത്തിൽ ഭവാനിക്ക് തിരികെ കിട്ടി. അനുകൂലമായ നിമിഷത്തിനു വേണ്ടി തെല്ലുനേരം ഭവാനി കാത്തു. ആ നിമിഷം കൈവന്നപ്പോൾ കഴുത്ത് ഞെരിക്കുന്ന റോബർട്ടിന്റെ കൈകൾ രണ്ടും പറിച്ചെറിഞ്ഞ് ഭവാനി അയാളെ ആഞ്ഞു തള്ളി. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ റോബർട്ട് പതറിപ്പോയി. ഭവാനിയുടെ മേലുള്ള പിടി അഴിഞ്ഞ് അയാൾ പിറകിലേക്ക് മലർന്നടിച്ചു വീണു. ഓടി രക്ഷപ്പെടുക.
ഭവാനിയുടെ മനസ്സിൽ തോന്നിയ ബുദ്ധി അതായിരുന്നു. നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളുമായി അവൾ മുമ്പോട്ട് കുതിച്ചു. വീണ്ടും ഒരിക്കൽ റോബർട്ടിന്റെ കൈക്കുള്ളിൽ അകപ്പെട്ടാൽ മരണം നിശ്ചയമാണെന്ന സത്യം അവളുടെ കാലുകൾക്ക് കൂടുതൽ വേഗത നൽകി. എന്നാൽ ഓടി അകലുന്ന ഭവാനിയുടെ പിന്നാലെ അടികൊണ്ട പുലിയുടെ ശൗര്യത്തോടെ റോബർട്ട് കുതിച്ചു. എപ്പോഴോ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ ഭവാനി കണ്ടു, തൊട്ടു പിന്നിൽ റോബർട്ട്. അയാളുടെ കൈകൾക്ക് തന്നെ പിടികൂടാൻ നിമിഷാർദ്ധങ്ങളുടെ താമസമേ വേണ്ടൂ എന്ന് അവൾക്ക് ബോധ്യമായി. ആ കൈകൾ മരണത്തിന്റെ കൈകളാണെന്ന സത്യം വീണ്ടും ഭവാനി ഓർമ്മിച്ചു. പെട്ടെന്ന് അവൾ നിന്നു. കുഞ്ഞ് നിലത്തു കിടന്ന കല്ല് ഉയർത്തിയെടുത്ത് തൊട്ടു പിന്നിലെത്തിയ റോബർട്ടിന് നേരെ അവൾ ആഞ്ഞെറിഞ്ഞു. തടയാൻ കഴിയും മുമ്പേ റോബർട്ടിന്റെ മുഖത്ത് കല്ല് ആഞ്ഞു പതിച്ചു. കണ്ണുകളിൽ അന്ധകാരത്തിന്റെ കറുപ്പ് മൂടിയതുപോലെ റോബർട്ട് പകച്ചു. തളർന്ന് താഴേക്കിരുന്നു. ചൂട് രക്തത്തിന്റെ ചുവപ്പ് അയാളുടെ മുഖമാകെ പടർന്നു. അപ്പോഴും ഭവാനി ഓടുകയായിരുന്നു. സ്വന്തം വീട് സുരക്ഷിതമായ അഭയമല്ലെന്ന് തോന്നി. ഓടിയും നടന്നും ഇടവഴികൾ കയറിയിറങ്ങി ഭവാനി സ്റ്റീഫന്റെ വീട്ടുവാതിൽക്കിലെത്തി. അവളെ കണ്ട സ്റ്റീഫന്റെ കണ്ണുകളിൽ അത്ഭുതം. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാ സ്റ്റീഫ ഞാൻ. അയാൾക്ക് മുമ്പിൽ നിന്ന് ഭവാനി തേങ്ങി. നടന്നതൊക്കെ അവൾ സ്റ്റീഫനോട് വിശദീകരിച്ചു. ഏറ്റവും ഒടുവിൽ ഇങ്ങനെയും പറഞ്ഞു, വീട്ടിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് പേടിയാ. ആ കാലമാടം കൊലക്കത്തിയും കൊണ്ട് എപ്പോഴാ പാഞ്ഞു വരിക എന്ന് ആർക്കറിയാം. അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ഏറെ നേരം സ്റ്റീഫൻ ആലോചിച്ചിരുന്നു. അതിനുശേഷം ദൃഢമായ സ്വരത്തിൽ അയാൾ പറഞ്ഞു, തിരിച്ചു പോകാമെങ്കിൽ ഭവാനി പോകണ്ട. ഈ വീട്ടിൽ താമസിക്കാം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കൊലക്കത്തിയും കൊടുവാളുമായി റോബർട്ട് എന്ന് പറയുന്നവൻ ഇങ്ങോട്ട് വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഒരു പുത്തൻ ഉഷസിന്റെ ശംഖനാദമായി ആ വാക്കുകൾ ഭവാനിയുടെ കാതുകളിൽ ഓളം തല്ലി. ആത്മഹർഷത്തിന്റെ മാറ്റൊലി എന്നോണം ഭവാനി വിതുമ്പി. പക്ഷേ ഒരു കാര്യം, പെട്ടെന്ന് സ്റ്റീഫൻ പറഞ്ഞു. ഭവാനിയുടെ കണ്ണുകളും കാതുകളും ജിജ്ഞാസ പൂണ്ടു. ഇത്രകാലം ഒരു വേശ്യയായി ജീവിച്ചവളാ നീ. പരിചയക്കാരായും ഇടപാടുകാരായും ഏറെ ആണുങ്ങളുമായി ബന്ധമുള്ളവളാണ്. പക്ഷേ ഈ വീട്ടിൽ വെച്ച് ആ ബന്ധങ്ങൾ തുടരാൻ ഞാൻ അനുവദിക്കില്ല. എന്ന് വെച്ചാ എന്റെ വീട് ഒരു വേശ്യാലയമാക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. ഇല്ല സ്റ്റീഫ, ആ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കാനാ എന്റെ തീരുമാനം. ഇത്ര കാലം ഞാനൊരു വീശിയായി ജീവിച്ചു. സന്തോഷത്തോടെ അല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. ഈ നിമിഷം മുതൽ ഞാൻ മറ്റൊരു ഭവാനി ആവുകയാ. സ്റ്റീഫന്റെ കൂടെ പാറമടയിൽ എന്തെങ്കിലും ഒരു പണി തരപ്പെടുത്തി തന്ന ഇനിയുള്ള കാലം ഞാൻ അങ്ങനെ കഴിഞ്ഞോളാം. പാറമടയിലെ പണി അത് നിനക്ക് അത്ര എളുപ്പമായിരിക്കില്ല. കുറച്ചു കാലം കൊണ്ട് ഞാനെല്ലാം പരിചയിച്ചോളാം. ഞാൻ ആലോചിക്കട്ടെ. ഏറെ താല്പര്യമില്ലാത്ത ഭാവത്തിൽ സ്റ്റീഫൻ പറഞ്ഞു. ചോര ചീറിയൊഴുകുന്ന നെറ്റിത്തടം അമർത്തിപ്പിടിച്ച് തറയിൽ തളർന്നിരിക്കുമ്പോഴും റോബർട്ടിന്റെ കണ്ണുകളിൽ അഗ്നിയായിരുന്നു. പകയുടെ അഗ്നി. ഭവാനി രക്ഷപ്പെട്ടിരിക്കുന്നു. ആ രക്ഷപ്പെടൽ താൻ ഒരുക്കിക്കൂട്ടിക്കൊണ്ടുവന്ന സകല പദ്ധതികളുടെയും അസ്ഥിവാരം തകർത്തെറിയും വിധം അപായകരമായിരിക്കുന്നു. ഡേസിക്കെതിരെ താൻ വിരിച്ചിരിക്കുന്ന വഞ്ചനയുടെ വല തകർത്തെറിയാൻ ഭവാനിക്ക് കഴിയും. തന്നോടുള്ള വൈരാഗ്യം കൊണ്ട് അവൾ അത് ചെയ്യുകയും ചെയ്യും. മോഷണ കേസിൽ സത്യം തെളിയിക്കാൻ അവൾ സ്റ്റീഫന് വേണ്ടി മറ്റൊരു വക്കീലിനെ ഏർപ്പെടുത്തി. ആ കേസിൽ സ്റ്റീഫൻ വിജയിക്കും. നിരപരാധിയായി അയാൾ പുറത്തു വരും. യഥാർത്ഥ കുറ്റവാളി റോബർട്ട് എന്ന താനാണെന്ന് കോടതിയിൽ സമർത്ഥിക്കാൻ വക്കീലിന് കഴിയും. കാരണം ഭവാനി എല്ലാ വിവരങ്ങളും ആ വക്കീലിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാകും. ഡെയ്സി എല്ലാം അറിയും. അതോടെ അവൾക്ക് തന്നോട് ഇപ്പോൾ തോന്നുന്ന സകല പ്രതിപത്തികളും തകരും. സ്വാർത്ഥനും വഞ്ചകനുമായ തന്റെ നേർക്ക് അവൾ കാറിത്തുപ്പും. എല്ലാ പദ്ധതികളും പൊളിയും. ബാങ്കിൽ ഡെയ്സിയുടെ പേരിലുള്ള കനത്ത തുക എന്നേക്കുമായി തന്നിൽ നിന്ന് അകലും. ദയനീയമായി റോബർട്ട് പരാജയപ്പെടും. ഇല്ല, അങ്ങനെയൊക്കെ സംഭവിക്കും മുമ്പേ ലക്ഷ്യം നേടണം. എന്താണ് അതിനുള്ള മാർഗം? നെറ്റിയിലുണ്ടായ മുറിവിന്റെ നൊമ്പരം മറന്ന് റോബർട്ട് ആലോചിച്ചു ഏറെ നേരം. ഒടുവിൽ അയാൾ ഒരു മാർഗം കണ്ടെത്തി. ഡെയ്സി എന്ന മാദകത്തിടമ്പിനെ സ്വന്തമാക്കാൻ, അവളുടെ പേരിലുള്ള കനത്ത തുക സ്വന്തമാക്കാൻ. റോബർട്ട് പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഇനി അതേയുള്ളൂ മാർഗം. ഇല്ല, റോബർട്ട് പരാജയപ്പെടില്ല. വീണ്ടും കിട്ടിയ ആവേശത്തോടെ റോബർട്ട് എഴുന്നേറ്റു. ഇല്ല, റോബർട്ട് പരാജയപ്പെടില്ല. വീണ്ടും കിട്ടിയ ആവേശത്തോടെ റോബർട്ട് എഴുന്നേറ്റു. കർച്ചീഫ് വലിച്ചു കീറി രക്തമൊലിക്കുന്ന തലയിലെ മുറിവ് കിട്ടി. മെല്ലെ അയാൾ മോട്ടോർ സൈക്കിളിനരികിലേക്ക് നടന്നു. മോട്ടോർ സൈക്കിൾ ഇരമ്പി ഇറങ്ങുമ്പോൾ വിജയം നേടിയ പോരാളിയുടെ ക്രൂരവും അഹങ്കാരപൂർണവുമായ ഒരു പുഞ്ചിരി റോബർട്ടിന്റെ മുഖത്ത് തിളങ്ങുന്നുണ്ടായിരുന്നു. രാത്രി നിലാവ് പെയ്തിറങ്ങുന്ന പ്രകൃതിയിലേക്ക് കണ്ണു നട്ട് വീടിന്റെ തെന്നയിൽ സ്റ്റീഫൻ ഇരുന്നു. ഭവാനി മെല്ലെ അയാൾക്കരികിലേക്ക് നടന്നു വന്നു. അനുവാദം ചോദിക്കാതെ തന്നെ അവൾ അയാളുടെ അടുത്തിരുന്നു. ഞാൻ സ്റ്റീഫനൊരു ബുദ്ധിമുട്ടായി അല്ലേ? മുഖം തിരിച്ച സ്റ്റീഫൻ ഭവാനിയുടെ നേർക്ക് നോക്കി. പിന്നെ ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്.
വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. സ്റ്റീഫന്റെ മുഖത്ത് ഒരു പ്രസാദവുമില്ല. മനസ്സ് ശാന്തമാണെങ്കിലേ മുഖത്ത് പ്രസാദമുണ്ടാകൂ. എന്റെ മനസ്സിന്റെ ശാന്തത നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളായി. ശരിയായിരിക്കാം, പക്ഷെ എല്ലാം ഓർമ്മിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും മനസ്സിന് സ്വസ്ഥത കിട്ടില്ല. മറക്കാനുള്ളതൊക്കെ മറക്കണം, എന്നാലേ ജീവിക്കാനാവൂ. മുഖം തിരിച്ച സ്റ്റീഫൻ വീണ്ടും ഭവാനിയെ നോക്കി. ശരിയാണ്, ജീവിക്കണമെങ്കിൽ പലതും മറക്കണം. അപ്പന്റെയും അമ്മയുടെയും മരണം, അതുകൊണ്ടാണ് ഞാൻ മറന്നത്. അന്ന് എന്നോടൊപ്പം എന്റെ പെങ്ങളുണ്ടായിരുന്നു, ശലോമി. അവളുടെ മുഖം കാണുമ്പോ, സ്വരം കേൾക്കുമ്പോ ജീവിതത്തോട് എനിക്ക് ആവേശമായിരുന്നു. അവൾക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് ഉത്സാഹമായിരുന്നു. പക്ഷെ അവൾ ഒടുവിൽ എന്നെ ഉപേക്ഷിച്ചു പോയി, അല്ലേ? പെട്ടെന്ന് ഭവാനി ചോദിച്ചു. അതെ, അങ്ങനെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ശലോമി ഏറെ സുന്ദരിയായിരുന്നു, അല്ലേ? അതെ, കറുത്ത നിറമായിരുന്നെങ്കിലും ഏറെ സുന്ദരിയായിരുന്നു അവൾ. ഒരിക്കൽ കണ്ടാൽ വീണ്ടും അവളെ നോക്കാതിരിക്കാനാവില്ല ആർക്കും. കറുത്ത മുത്തെന്നായിരുന്നു ഇവിടെയുള്ളവരൊക്കെ അവളെ വിളിച്ചിരുന്നത്. കറുത്ത മുത്തെന്നോ? അത്രയ്ക്ക് അഴകുള്ളവളായിരുന്നു അവൾ. സ്റ്റീഫൻ ദീർഘമായി നിശ്വസിച്ചു. ഭവാനിയുടെ ഓർമ്മയിൽ നേരിയൊരു ചീല് പൊന്തി. കറുത്ത മുത്ത്. കാലങ്ങൾക്ക് മുമ്പ് ആരിൽ നിന്നോ അങ്ങനെ ഒരു വാക്ക് കാതിൽ വീണ കാര്യം ഭവാനി ഓർമ്മിച്ചു. ആരിൽ നിന്നാണ്? ഓർമ്മിക്കുന്നു, റോബർട്ടിൽ നിന്നാണ്. ഒരു കറുത്ത മുത്തും മുങ്ങിത്തപ്പം പോവുകയാടി ഞാൻ. ഭവാനിയോട് റോബർട്ട് ഒരിക്കൽ മന്ത്രിച്ചതാണ്. ഏതോ പെൺവേട്ടയ്ക്കുള്ള സംജ്ഞയാണതെന്ന് അന്നേ മനസ്സിലാക്കിയിരുന്നതാണ്. റോബർട്ടിന്റെ സ്ഥിരം പരിപാടികളിൽ അങ്ങനെ എത്ര മുങ്ങിത്തപ്പലുകൾ. അതുകൊണ്ട് ഏറെയൊന്നും പ്രാധാന്യം ആ വാക്കിന് കൽപ്പിക്കാനായില്ല. സ്നേഹം നടിച്ചും ബലം പ്രയോഗിച്ചും കൂട്ടിച്ചേർക്കുന്ന ചിലരെയൊക്കെ കിഴക്കെങ്ങാണ്ടുള്ള വേശ്യാലയത്തിൽ കൊണ്ടുചെന്ന് വിൽക്കാറുള്ള കഥയും റോബർട്ട് പറയുമായിരുന്നല്ലോ. ഭവാനിയുടെ മനസ്സിൽ ആ സംശയം ഒരു പുഴുവായി നുരച്ചു തുടങ്ങി. കറുത്തമുത്ത്, കറുത്തമുത്ത്. രാത്രി വെളുക്കുവോളം ആ വാക്കുകൾ ഭവാനിയുടെ മനസ്സിൽ ഒളിഞ്ഞും തെളിഞ്ഞും മായാതെ നിന്നു. ഇനി കാത്തിരിക്കാൻ വയ്യെന്നല്ല, കാത്തിരുന്നാൽ പ്ലാൻ ചെയ്ത പദ്ധതികൾ മുഴുവൻ തകരും. രഹസ്യങ്ങളെല്ലാം അറിയുന്ന ഭവാനി തന്റെ ശത്രുവായിരിക്കുന്നു. ആ രഹസ്യങ്ങൾ അവൾ ആരോടെങ്കിലും വെളിപ്പെടുത്തിയാൽ മതി എല്ലാ പദ്ധതികളും പൊളിയാൻ. ഡെയ്സിയും അവളുടെ ബാങ്ക് അക്കൗണ്ടിലെ കനത്ത തുകയും എന്നേക്കുമായി നഷ്ടപ്പെടും. അതിനിടയാവരുത്. അതിനുള്ള മാർഗങ്ങൾ റോബർട്ട് വ്യക്തമായി പ്ലാൻ ചെയ്തു. നേരം പുലരാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. നേരം പുലർന്നതും മേലെടുത്ത ബംഗ്ലാവിലെ ടെലിഫോൺ ബെൽ ശബ്ദിച്ചു. ക്ലീറ്റസ് മുതലാളി ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, ഹലോ, ഡെയ്സി ഇല്ലേ? അങ്ങേ തലക്കിൽ സുന്ദരമായ സ്ത്രീ ശബ്ദം. ഡെയ്സി ഉണ്ട്. ആരാ സംസാരിക്കുന്നത്? ഡെയ്സിയുടെ കൂട്ടുകാരിയാ. ഒരത്യാവശ്യമുണ്ട്, അവളൊന്ന് വിളിക്കുമോ? യെസ്. റിസീവർ ടേബിളിലേക്ക് വെച്ച് മുതലാളി വിളിച്ചു പറഞ്ഞു. ഡെയ്സി, നിനക്ക് ഫോൺ. ആരാ ഡാഡി? ആ, നിന്റെ കൂട്ടുകാരിയാണെന്ന്. എനിക്കിതൊക്കെയാണ് അന്വേഷിക്കാനല്ലേ നേരം. നീരസഭാവത്തിൽ മുതലാളി പുറത്തേക്ക് പോയി. ഡെയ്സി ഫോൺ എടുത്തു. ഡെയ്സി അല്ലേ? മറുതലക്കിൽ അന്വേഷണം. അതെ, ആരാണ്? ഞാൻ റോബർട്ടിന്റെ അയൽവാസിയാണ്. റോബർട്ടിന്റെ ആവശ്യപ്രകാരം ഡെയ്സിയെ വിളിച്ചതാ. എന്താ വിശേഷം? അത്യാവശ്യമായി ഡെയ്സി ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. എന്തിനാ? റോബർട്ട് തീരെ ആവശ്യതയില്ല. ഡെയ്സിയോടെന്തോ പറയാനുണ്ടത്രേ. എന്തു പറ്റി റോബർട്ടിന്? കൊല്ലാൻ വേണ്ടി ആരും ശ്രമിച്ചതാണ്, എങ്കിലും രക്ഷപ്പെട്ടു. തീരെ ആവശ്യതയില്ല. ഡെയ്സിയോടെന്തോ രഹസ്യം പറയാനുണ്ടെന്ന്. ഞാൻ ഉടനെ വരാം. ഡെയ്സി റിസീവർ ക്രാഡിൽ വെച്ചു. അവൾ വേഗം യാത്രയ്ക്കൊരുങ്ങി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കൂടാതെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി.